ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചൈനീസ് ലവ് സ്റ്റോറി കണ്ടാലോ? കോമഡിയും റിവെഞ്ചും ലവും ഒരുപോലെ ഉൾക്കൊണ്ട ഒരു ഡ്രാമയാണിത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ടൈം കളയാതെ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ലിൻഷിയാണ് കാണിക്കുന്നത്. അവളൊരു ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ ഏൽപ്പിക്കുകയായിരുന്നു. അതേസമയം തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്റെ മാരേജ് എന്ന് ഞാൻ ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചോ, എന്ന് ഭർത്താവെന്ന് പറഞ്ഞവൻ എന്നെ ചീറ്റ് ചെയ്തോ, അതറിഞ്ഞ ദിവസം തന്നെ ഒരു സ്ട്രേഞ്ചറിനെ ഞാൻ വിവാഹം കഴിച്ചു. കുറച്ചു മുമ്പ് എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റുമായി എന്തോ രജിസ്റ്റർ ചെയ്യാൻ സിവിൽ ബ്യൂറോയിലേക്ക് പോയിരുന്നു. ഗു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഹീറോയിൻ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുചെന്നപ്പോൾ ഗുവുമായി ഇതുവരെ അവളുടെ വിവാഹം നടന്നിട്ടില്ല എന്നും ഇത് ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നും അറിയുന്നു. അതുമാത്രമല്ല ഈ പേരിലുള്ള കപ്പിൾസ് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പോയല്ലോ എന്നും അവളെ അവർ അറിയിക്കുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ലിൻസിക്ക് മനസ്സിലാവുന്നത്. ഓൾറെഡി അവളുടെ ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞ് അവൻ അവളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല മറ്റൊരു സ്ത്രീയുമായി അവൻ അഫെയർ ഉണ്ടെന്നും കൂടി അവൾ കണ്ടെത്തുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ആൻ തന്നെയാണ്. ഗുവിനെയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആനിനെയും ഒരുമിച്ച് കണ്ട് അവളുടെ ഹൃദയം വല്ലാതെ തകർന്നു പോയിരുന്നു. ഈ ഒരു കാഴ്ച 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസത്തേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഭർത്താവെന്ന് പറയുന്നവന് സംഭവിക്കേണ്ട ഒരു ആക്സിഡന്റ് അവൾ ഇടയിൽ കയറി തടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കാണ് സംഭവിച്ചത്. എന്നാൽ ആ ഒരു അപകടം മൂലം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കഴിവ് അവൾക്ക് നഷ്ടപ്പെടുന്നു. വല്ലാതെ വിഷമിച്ചു പോകുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ഹീറോയിൻ. അതിനപ്പുറം അവളെ വിവാഹം കഴിക്കാമെന്ന് അവൻ തന്നെ പറയുകയായിരുന്നു. എന്നാൽ അതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ഇപ്പോൾ അവൾ കണ്ടെത്തിയല്ലോ. അങ്ങനെ അവള് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ആ നഗരത്തിലെ ധനികനായ വ്യക്തി അയാളുടെ മകന് വേണ്ടി ഹീറോയിനെ ചൂസ് ചെയ്യുന്നുണ്ട്. ലിൻസിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അയാൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഹീറോയിനെ കോൾ ചെയ്ത് അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചില്ലേ? ഇപ്പോൾ നീ എന്ത് പറയുന്നു? എന്റെ മകനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ എന്ന് അയാൾ അവളോട് തിരക്കുന്നുണ്ട്. ഹീറോയിനോട് ആ ധനികനായ വ്യക്തിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ മകന് വേണ്ടി അവളെ വധുവായി തിരഞ്ഞെടുത്തതും. തന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ടും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അവൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ തനിക്കൊരു ഗ്രാൻഡ് വെഡിങ്ങിന് തരണമെന്ന് അയാളോട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഗുവിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരാനും അവനോടുള്ള ദേഷ്യം കൊണ്ടുകൂടിയാണ് ഈ ഒരു വിവാഹത്തിന് സമ്മതം അറിയിച്ചത് പോലും. വിവാഹത്തിന് സമ്മതിച്ചതുകൊണ്ട് തന്നെ ആ ധനികനായ വ്യക്തി ഹീറോയിൻ ഇപ്പോൾ അങ്കിളായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല അയാളുടെ ഫാമിലിയിൽ നിന്ന് ഹീറോയുടെ ആന്റി, കസിൻ എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പയ്യനെയാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നത്, അതിനുള്ള സമ്മാനമാണെന്ന് പറഞ്ഞ് കുറേയധികം വസ്തുക്കൾ ബോഡി ഗാർഡ്സിനെ കൊണ്ട് അവളുടെ മുൻപിലേക്ക് നീക്കി നിർത്തുന്നുണ്ട്. ഹീറോയിൻ ആകെ അമ്പരക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ അങ്കിളിനോട് ഓക്കെ പറഞ്ഞത്, അതിനുള്ളിൽ ഇത്രയധികം സാധനങ്ങൾ തനിക്ക് വേണ്ടി കൊടുത്തുവിട്ടിരിക്കുകയാണെന്നുള്ള മട്ടിലായിരുന്നു ഹീറോയിൻ. അങ്ങനെ അവർ കൊണ്ടുവന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ഹീറോയിനെ ഏൽപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ഹീറോയിന് വേണ്ടി ഒരു ആഡംബര കാർ പോലും അവർ നൽകിയിരുന്നു. ബോഡി ഗാർഡ്സ് ആവട്ടെ പെട്ടെന്ന് തന്നെ അവളെ കാറിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട്. ഈ സമയം ഹീറോയിന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഹീറോ ഇപ്പോൾ എബ്രോഡിലാണ്. അവനും ഇതുപോലെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹീറോയിൻ ഇവിടെ നിന്നും ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിയമപ്രകാരം അവരുടെ വിവാഹം രജിസ്റ്റർ ആയി കഴിഞ്ഞിരുന്നു. 1 മാസത്തിന് ശേഷം വളരെ ഗംഭീരമായ ഒരു വെഡിങ് തന്നെയാണ് ഹീറോയിന് വേണ്ടി ധനികനായ വ്യക്തി ഏർപ്പാടാക്കാൻ പോകുന്നത്. എന്തായാലും ഇനി 1 മാസം ടൈം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തന്നോട് ചെയ്തതിനൊക്കെ പകരം വീട്ടാനായി അവള് ഗുവിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഗുവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവന്റെ അമ്മ അവളെ തടയുന്നുണ്ട്, മുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അവളാണെങ്കിൽ വളരെ ടയേർഡാണ്, മുറിയിൽ പോയി വിശ്രമിച്ചേ മതിയാവൂന്ന് പറഞ്ഞ് അവരുടെ വാക്കിന് വില നൽകാതെ തന്നെ മുകളിലേക്ക് പോകുന്നു. സിവിൽ ബ്യൂറോയിൽ വെച്ച് ഹീറോയിൻ കണ്ടിരുന്നല്ലോ, അതുപോലെ തന്നെ അവരിരുവരും വീട്ടിലേക്ക് വന്ന് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ അമ്മ അവളെ തടഞ്ഞത് അകത്തേക്ക് പോകാതിരിക്കാൻ. ലിൻസി വരുന്ന ശബ്ദം കേട്ടെന്ന പരിഭ്രാന്തിയോടെ തന്നെ ഗു ആവട്ടെ ആനെ ഒരു അലമാരയ്ക്കുള്ളിൽ ഒളിപ്പിക്കുന്നു. പുറത്തേക്ക് വരരുതെന്ന് അവളെ താക്കീത് ചെയ്യുന്നുണ്ട്. അവന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഹീറോയിൻ ഒരിക്കലും ഈ കാര്യത്തെ പറ്റി അറിയരുതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഹീറോയിൻ വന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ, നീ ഇപ്പോൾ എവിടുന്ന് വന്നതാണ്, എപ്പ വന്നു എന്നൊക്കെ അവളോട് അവൻ തിരക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നതാണോ പ്രശ്നമെന്ന് ഹീറോയിൻ തിരിച്ചും ചോദിക്കുന്നുണ്ട്. തന്റെ കള്ളങ്ങൾ പിടിക്കപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവളുടെ അടുത്തിരുന്ന് അവൻ ശാന്തമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ആനിവേഴ്സറി ഡേ വരാൻ പോവുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എനിക്കറിയാം നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവനെയും അതുപോലെ തന്നെ അവന്റെ അമ്മയും മുറിയിലേക്ക് വന്നിരുന്നു. ഇരുവരെയും പിടിച്ച് പുറത്തേക്ക് തള്ളുകയും തുടർന്ന് പുറത്തു നിന്ന് ആ കതവ് പൂട്ടുകയും ചെയ്യുന്നു. അകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഹീറോയിൻ മനഃപൂർവ്വം ആ കതവ് പുറത്തുനിന്ന് പൂട്ടിയത്. ഗുവിന്റെ അച്ഛന്മാരെ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവളോട് പറയുന്നുണ്ട്, ഇനി മുതൽ നീ ഓഫീസിലേക്ക് വരണ്ട മോളെ, വീട്ടിലിരുന്നാൽ മതി, നിന്റെ പ്രോജക്റ്റ് അവിടെ ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ആനിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അച്ഛന്റെ പ്രവൃത്തി ശരിയാന്ന മട്ടിൽ തന്നെ ഗുവും സംസാരിക്കുന്നു. എന്നാൽ താൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്റ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെ ശരിയാവുമെന്ന് തന്നെ അവൾ തിരിച്ചു ചോദിക്കുന്നു. എത്ര അഹങ്കാരം പിടിച്ചവളാ ഇവളെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ഗുവിന്റെ അമ്മ എഴുന്നേറ്റ് നിന്ന് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്.
എന്നാൽ തന്റെ പ്രോജക്റ്റ് മറ്റൊരാൾക്ക് കൊടുക്കാൻ തീർച്ചയായും പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് തന്നെ മടങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഈ ടൈമിൽ ഒരു മെയ്ഡ് ആവട്ടെ ആനിനെ രക്ഷിക്കാൻ വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഗോവിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ആനിന് സപ്പോർട്ടായിരുന്നു. അവൾ അവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ അവിടേക്ക് ചെന്നിട്ട് ഡോറിന്റെ കീ എന്റെ കയ്യിലുണ്ട്, ഇന്നിപ്പോൾ നിങ്ങൾ റൂമൊന്നും ക്ലീൻ ചെയ്യേണ്ട, ഞാൻ വളരെ ടയേർഡാണെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. ആന അവിടെ കഥ തുറക്കുന്ന ശബ്ദം കേട്ട് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കബോർഡിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അത് ഹീറോയിനാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അയ്യോ ഇവളാണോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തിരിച്ച് കബോർഡിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ടെങ്കിലും തലവരെ ഇടിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. ലിൻസി ആണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവൻ എന്നെ ഫേക്ക് മാരേജ് ആണ് ചെയ്തിരിക്കുന്നത്, നീയാണ് റിയൽ ആയിട്ടുള്ള വൈഫ് എന്ന് പോലും അവന് വെളിയിൽ പോലും കാണിക്കാൻ സാധിക്കില്ല. അവസാനം തന്നെ ഭയന്ന് എലി പോലെ തന്നെ ഒളിക്കേണ്ടി വന്നല്ലോ എന്നും ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പുറത്തു നിന്ന് ഗുവാവട്ടെ വാതിൽ തുറക്കെന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. താഴെ നീ നിന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്തില്ലേ, ഞാൻ വളരെ ടയേർഡാണ്, പോയി നിന്റെ അച്ഛൻ്റെ കൂടെ തന്നെ കിടക്കാൻ നോക്ക്, എനിക്ക് ബുക്ക് വായിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള എന്ന് പറഞ്ഞ് അവൾ വാതിൽ പോലും തുറന്നില്ല. എന്തായാലും അവൾ വാതിൽ തുറക്കില്ല എന്ന് മനസ്സിലാക്കി അവനവിടെ അവിടം വിട്ടു പോകുന്നുണ്ട്. പിന്നീട് ലിൻസി ആവട്ടെ ഉറങ്ങുന്ന പോലെ നടിച്ചിട്ട് ആൻ എന്ത് ചെയ്യുകയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹീറോയിൻ ഉറങ്ങിയെന്ന് വിചാരിച്ച ആനാവട്ടെ ഇതേ സമയം തന്നെ കബോർഡിൽ നിന്ന് പുറത്തേക്ക് വരികയും കാൽ വഴുതി നിലത്തേക്ക് വീഴുന്നുമുണ്ട്. മുട്ടിന് മുറിവരെ സംഭവിക്കുന്നുണ്ട്. ഹീറോയിൻ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ ഉറക്കമാണെന്ന് നടിച്ചു കിടന്നു. പുറത്തേക്ക് വന്ന ആന്റിയോട് ഗോവിന്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ അനന്തരാവകാശിയെ വയറ്റിൽ ചുമക്കുകയാണ്, നീ സേഫ് ആയിരിക്കണ്ടേ എന്നൊക്കെ അവർ അവളോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിനെ വിവാഹം കഴിച്ചതിന് ശേഷം അവൻ ആനുമായി അഫെയറിലായിരുന്നു. കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവർ ആ സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല ആന്റി, ഞാനെല്ലാം നോക്കിക്കോളാമെന്ന് അവൾ പറയുമ്പോൾ തന്നെ അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട് നീ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കുന്ന. അതൊന്നും നടക്കില്ല എന്ന് ഗോ പറയുന്നുണ്ട്. അവർക്കാർക്കും അറിയില്ല ഹീറോയിനെ ഫേക്ക് മാരേജ് ആണ് അവൻ ചെയ്തിരിക്കുന്നതെന്ന്. ചെറിയ വിഷമത്തോടെ തന്നെ അതൊന്നും കുഴപ്പമില്ല, നീ അവളുടെ കൂടെ തന്നെ ജീവിച്ചാൽ മതി, പക്ഷെ എന്നെയും കുഞ്ഞിനെ നോക്കിയാൽ മതിയെന്ന് മാത്രം ആൻ പറയുന്നു. അവിടെ മറിഞ്ഞു നിന്നിരുന്ന ഹീറോയിൻ അവരുടെ സംഭാഷണമൊക്കെ കേട്ടിരുന്നു. നാണം കെട്ടവൻ, എന്നെ വിട്ടിട്ട് അവളുടെ അടുത്തും പോകാൻ വയ്യ, അവളെ വിട്ടിട്ട് എന്റെ അടുത്തും വരാൻ വയ്യ എന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. പിറ്റേ ദിവസം അവൾ റെഡിയായി വർക്കിന് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ അവന്റെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ പോവുകയാണ്, ഇന്നലെ രാത്രി പോലും നന്നായി ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് മെയ്ഡിനെ വിളിക്കുന്നുണ്ട്. ആ സ്ത്രീ ആവട്ടെ പറഞ്ഞ കണക്ക് തന്നെ ഹീറോയിന്റെ കയ്യിലേക്ക് ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിലും അവൾ വാങ്ങുന്ന ആ സമയത്ത് തന്നെ അത് നിലത്തേക്ക് ഇട്ടുടയ്ക്കുന്നു. ലിൻസിയെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ നിനക്കെന്താ ആഹാരത്തിന്റെ വില എന്താണെന്ന് അറിയത്തില്ലേ, സോങ് ഫാമിലിയിൽ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല, നിനക്കെത്ര അഹങ്കാരമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ പ്ലേറ്റിലുണ്ടായിരുന്ന ഫുഡ് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ശരി, നിങ്ങൾ ഫുഡ് വേസ്റ്റ് ചെയ്യില്ലല്ലോ, ഇത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ എന്ന് അവൾ പറയുന്നുണ്ട്. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ, താഴെ കിടക്കുന്ന ഫുഡ് എനിക്ക് കഴിക്കാനായി തരുന്നു, എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടില്ലേ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേസ്റ്റ് സൂക്ഷിക്കുന്നത് വളരെ ഇഷ്ടമല്ലേ എന്ന് സൈഡിൽ കൂടെ ആനെ ഉദ്ദേശിച്ച് തന്നെ അവർ ആനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി കുത്തി പറഞ്ഞതാണ്. എന്നാൽ ആ സ്ത്രീ വീണ്ടും അവളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഗവനിക്കാത്ത മട്ടിൽ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഹീറോയുടെ അച്ഛനുണ്ടല്ലോ ഹീറോയിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട്. വരാമെന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. തന്റെ മകൻ വളരെയധികം ബിസിയാണ്, എപ്പോഴാണ് അവന്റെ തിരക്കുകൾ ഒഴിയുക എന്നറിയില്ല, എപ്പോഴാ വന്ന് കാണാൻ സാധിക്കുകയെന്നും അറിയില്ല, എന്തായാലും നീ ഓഫീസിലേക്ക് വാ എന്ന് പറഞ്ഞു തന്നെയാണ് അയാളെ കോള് കട്ട് ചെയ്തത്. ഈ നമ്പർ പ്ലേറ്റിലുള്ള കാറിലാണ് തന്റെ മകൻ യാത്ര ചെയ്യുകയാണെന്ന് ഇതിനു മുമ്പ് തന്നെ ആ ധനികൻ ഹീറോയിനോട് പറഞ്ഞിരുന്നു. അവൾ നോക്കിയപ്പോഴോ കമ്പനിയിൽ നിന്ന് ഒരാൾ ഫയലുമായി കാറിലേക്ക് കയറുന്നത് കാണാനിടയാവുന്നുണ്ട്. അയ്യോ, ഇത് വളരെ ഏജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലല്ലോ, ഇയാളെയാണോ താൻ വിവാഹം കഴിച്ചത്, മാരേജ് സർട്ടിഫിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞല്ലോ എന്ന് വല്ലാത്ത പരിഭ്രാന്തിയിൽ തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണോന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ കഥയിലെ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവന്റെ പേര് ഷെൻ എന്നാണ്. അവന് വേണ്ടിയിട്ടുള്ള ഫയലുമായിട്ടാണ് അയാള് കാറിനുള്ളിലേക്ക് കയറിയത്. അവൻ ഓൾറെഡി കാറിനുള്ളിൽ തന്നെ ആയിരുന്നതുകൊണ്ട് ഹീറോയിൻ അവനെ കണ്ടിരുന്നില്ല. ഷെൻ ആവട്ടെ വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത കാര്യം പോലും അവൻ അറിഞ്ഞില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ അവന്റെ അച്ഛൻ മാത്രമായിരുന്നു. ഹീറോയിൻ ആവട്ടെ നേരെ ഷെന്റെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഓൾറെഡി വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയല്ലേ, 50 മില്യൺ ചെലവാക്കി ഗ്രാൻഡ് വെഡിങ് ആണ് നടത്താനിരിക്കുന്നത്, ഓൾറെഡി കുറേയധികം പണം ചെലവഴിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, റിലേറ്റീവ്സ് ഒക്കെ വന്നു തുടങ്ങി, ഇപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അങ്കിൾ എന്നെ കളിയാക്കിയാണോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആ പ്രായം ചെന്ന ആളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ വിക്കി പറയുന്നുണ്ട്. ഉടനടി തന്നെ ഷെന്നിന്റെ അച്ഛൻ പറയുന്നുണ്ട് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും, നീ ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ അതിനും സപ്പോർട്ട് ചെയ്യുമെന്ന്. അവൾക്കാണെങ്കിൽ ഗു അവളോട് ചെയ്ത് ചതിയോർത്തിട്ട് അവൻ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണല്ലോ, തീർച്ചയായും അവിടെ താനൊരു വേലക്കാരിയായി മാറാമെന്നും കരുതുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വെറും ഒരു ജോലിക്കാരിയായി മാത്രം ഒതുങ്ങിപ്പോകുന്നു വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ മടിച്ചാണെങ്കിലും അയാളോട് അവൾ വിവാഹത്തിന് സമ്മതമറിയിക്കുന്നു. പിന്നീട് ലിൻസി ആവട്ടെ കമ്പനിയിലേക്ക് പോയിട്ട് ഗുവിന്റെ അച്ഛനെ മീറ്റ് ചെയ്യുന്നുണ്ട്.
അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് ആനെ ഏൽപ്പിക്കുകയാണെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും ശരി അത് കൊടുത്തു, പക്ഷേ അതിന് ഒരുപാട് ബോണസ് പോയിന്റ് കിട്ടിയിരുന്നല്ലോ, അതൊക്കെ എനിക്ക് തിരിച്ചു നൽകണം. തന്റെ പ്രോഫിറ്റ് തിരിച്ചു തന്നാൽ തീർച്ചയായും ശല്യം ചെയ്യില്ല എന്ന് തന്നെ ഹീറോയിൻ അറിയിക്കുന്നുണ്ട്. ശരി പ്രോഫിറ്റ് ഒക്കെ തന്നേക്കാം, പക്ഷേ ഇനി കമ്പനിയിലേക്ക് വരരുതും വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങൾ നോക്കിക്കോണാനും അയാൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിൻ എന്നെ സമ്മതം അറിയിക്കുന്നുണ്ട്. ഇതിനപ്പുറം അവിടെ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും എന്തു തന്നെ എന്നൊരു മട്ടിൽ തന്നെയായിരുന്നു അവൾ. പ്രോജക്റ്റിനെ അവളെ സപ്പോർട്ട് ചെയ്ത സ്റ്റാഫുകളുടെ അടുത്ത് നിന്നിട്ട് ഞാനിനി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ പ്രോഫിറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആൻ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രസിഡന്റിനോട് സംസാരിക്കാം, നിന്റെ പ്രോജക്റ്റ് എനിക്ക് വന്നതിൽ നിനക്ക് ദേഷ്യമുണ്ടോ എന്നൊക്കെ അവളോട് തിരക്കുന്നുണ്ട്. അതൊന്നും ഗവനിക്കാത്ത മട്ടിൽ തന്നെ ഹീറോയിൻ ആവട്ടെ അവളെ ഹെൽപ്പ് ചെയ്ത വർക്കേഴ്സിനോട് ആൾക്ക് 2 ലക്ഷം വെച്ച് എടുത്തോളാനും പറയുന്നു. അതിനുശേഷം അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആൻ അവളെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല, അവളുടെ പിന്നാലെ തന്നെ സംസാരിക്കാനായി കൂടുന്നു. എന്നാൽ ലിൻസിയാവട്ടെ ഇവളെ വെച്ച് തന്നെ ഫൺ ചെയ്യാമെന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് തന്നെ നീ എപ്പോഴും ഹീൽസ് ധരിച്ചല്ലേ നടക്കുന്നേ, ഇപ്പോഴെന്താ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ധരിക്കുന്നേ, അത് മാത്രമല്ല നിന്റെ വയറ് കുറച്ച് വലുതായതുപോലെ തോന്നുന്നല്ലോ, ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ നീ എല്ലാം മറച്ചു പിടിക്കുകയാണോ, നീ പ്രഗ്നന്റ് ആണോ എന്ന് അവൾ തുടരെ ആനോട് ചോദിക്കുന്നുണ്ട്. ഇനി എന്തായാലും അവളോട് മറച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആൻ പറയുന്നുണ്ട്. എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ഇതിന് കാരണം, ഇടയ്ക്ക് ഞാൻ അവനെ മീറ്റ് ചെയ്തിരുന്നു, അപ്പോൾ സംഭവിച്ചു പോയാണെന്ന്. ഗോ ആണ് അതിന് കാരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. പക്ഷേ ഹീറോയിൻ ആവട്ടെ അവളുടെ കാരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്തത്, നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, അതിനെന്തിനാ നീ എന്നെ അടിച്ചെന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ ഞാൻ നിന്നെ അടിച്ചു, നിനക്കറിയില്ല എന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വിവാഹം കഴിഞ്ഞാണെന്ന്, അവന് വൈഫും ഉണ്ട് കുഞ്ഞുണ്ട്, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നിനക്ക് എങ്ങനെ അവനോടൊപ്പം സ്റ്റേ ചെയ്യാൻ തോന്നി, അവനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ തനിയെ തന്നെ ഇപ്പോൾ ജീവിക്കണമായിരുന്നു, അല്ലാതെ ഇത്രയ്ക്കും തരം താഴരുന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. അവളോട് ചെയ്ത ചതിക്ക് ഈ ഒരു അടിയെങ്കിലും അവൾ കൊടുക്കണ്ടേ. എന്നിരുന്നാലും ഈ വിവരങ്ങളെല്ലാം ആനിൽ നിന്ന് ഗു അറിയുന്നുണ്ട്. നീ ഒരിക്കലും അവളുടെ അടുത്തേക്ക് പോകരുത്, സേഫ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം, സത്യങ്ങളൊന്നും ഒരിക്കലും അവൾ അറിയാൻ പാടില്ല, എന്നിരുന്നാലും ഞാൻ അവളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നു. ഹീറോയിൻ ആവട്ടെ ഇതിനോടൊക്കെ തന്നെ അവന്റെ ഓഫീസിലും ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ എന്തൊരു മനുഷ്യനാണ്, എങ്ങനെയാണ് ഇവനെ തന്നെ സ്നേഹിക്കണമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നത്, ഒരേ ടൈമിൽ തന്നെ രണ്ടുപേരെ സ്നേഹിക്കുകയും തന്നെ ചീറ്റ് ചെയ്യുകയല്ലേ എന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോഴേക്കും അങ്കിൾ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ചൈനീസ് മെഡിസിൻ അറിയാവുന്ന ഒരാളെ തനിക്കറിയാം, നമ്മുടെ ഫാമിലിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, നാളെ അദ്ദേഹത്തെ പോയിന്ന് കാണണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. വേറൊന്നും കൊണ്ടായിരുന്നില്ല ഹീറോയുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, അവൾക്ക് ഇതുപോലെ ആക്സിഡന്റ് പറ്റിയെന്നും കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്നും അവൾ പറഞ്ഞിരുന്നു. ഷെൻ അവിടെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവനാവട്ടെ ആരാണിതെന്ന മട്ടിൽ തന്നെ അവളെ നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാവട്ടെ ഇതേസമയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എത്ര ഹാൻസം ആയിട്ടുള്ള പയ്യനാണ് ഇരിക്കുന്നത്. ചൈനീസ് മെഡിസിൻ ഒക്കെ അറിയാവുന്ന ഡോക്ടറാണെങ്കിൽ തീർച്ചയായും ഒരുപാട് പ്രായം ചെന്നയാളായിരിക്കും. എന്തായാലും ഇയാൾ ഡോക്ടർ ആയിരിക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ ഇയാൾക്കും എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നും ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു എന്നും അവൾ അന്വേഷിക്കുന്നുണ്ട്. പാവം തന്റെ ഹസ്ബൻഡ് ആണെന്ന് അറിയാതെയാണ് അവൾ ഇതൊക്കെ അവനോട് ചോദിക്കുന്നത്. ഹീറോ അവിടെ വളരെ സൈലന്റ് ആയിരിക്കുകയായിരുന്നു. അവനവിടെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല അവന്റെ അച്ഛൻ പറഞ്ഞിരുന്നു നീ മാരേജ് കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഒന്ന് കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ്. ഹീറോ അവിടെ സൈലന്റ് ആയി തന്നെ ഇരിക്കുകയാണ്. ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അവന് കാത് കേൾക്കില്ലായിരിക്കാമെന്ന്. അവളാവട്ടെ അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എന്റെ അടുത്ത് ഇരിക്കുന്ന പയ്യന്റെ ഫോട്ടോ അയക്കാൻ വളരെ ഹാൻസം ആണ്, പക്ഷെ അവന് കാത് കേൾക്കില്ല എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ച ഉടനെ തന്നെ അവന്റെ ഫോട്ടോ അവൾ എടുക്കുന്നുണ്ട്. ഹീറോ അത് നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതിനെ പറ്റിയൊന്നും അവൻ ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചൈനീസ് മെഡിസിൻ അറിയാവുന്ന ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയുടെ അച്ഛനിൽ നിന്ന് തന്നെ അവളെ പറ്റിയുള്ള എല്ലാ കാര്യവും അയാൾക്ക് അറിയാമായിരുന്നു. ഹീറോയിനാവട്ടെ ആര് മൂലമാണ് അവൾ അവിടേക്ക് വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. സൈലന്റ് ആയി തന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതുമാത്രമല്ല അവൾക്ക് എന്താണ് പ്രശ്നമെന്ന മട്ടിൽ തന്നെ അവളെ അവൻ നോക്കുന്നുണ്ട്. ചൈനീസ് മെഡിസിൻ കൊടുക്കുന്ന ആളും നിന്റെ അവസ്ഥയെല്ലാം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അത് അന്ന് തന്നെ ആക്സിഡന്റ് പറ്റിയ ടൈമിൽ തന്നെ ഡോക്ടർ പറഞ്ഞതാണ് തന്നെ കൊണ്ട് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന്. ഹീറോയിന്റെ കൈ പിടിച്ചും അതുപോലെ ടേബിളിൽ തട്ടിയും അവളെ അയാൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സൗമ്യമായി സംസാരിക്കാതെ വളരെ പരുക്കമായാണ് അയാൾ പെരുമാറുന്നത്. എന്നിരുന്നാലും ഹീറോ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആരാ പറഞ്ഞത് നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന്? ഞാൻ തരുന്ന മെഡിസിൻ 3 മാസം കഴിച്ചു നോക്ക്, ഒരുപാട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കുകയും ചെയ്യരുത്, തീർച്ചയായും നിനക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമെന്ന് തന്നെ അയാൾ പറയുന്നു. അതൊക്കെ ഓക്കെ, പക്ഷെ എന്തിനാണ് തന്നോട് ഇങ്ങനെ ഹാർഷായി സംസാരിക്കുന്നതെന്ന് മട്ടിലായിരുന്നു ഹീറോയിന്റെ ഇരിപ്പ്. ഈ 3 മാസം നന്നായി തന്നെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഹീറോയിൻ നോക്കിക്കൊണ്ടാണ് ആ വൈദ്യര് പറയുന്നത്. നിങ്ങൾ എന്നോടല്ലേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെന്തിനാ അയാളെ നോക്കി സംസാരിക്കുന്നതെന്ന് ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നു. അതൊന്നുമില്ല, 3 മാസം നന്നായി ഹെൽത്തൊക്കെ ശ്രദ്ധിച്ച് തന്നെ മെഡിസിൻസ് ഒക്കെ കഴിക്ക്. അതിന് അവൾ ഓക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അവളുടെ ഫ്രണ്ടിൽ നിന്ന് മെസ്സേജ് വരുന്നത്. അതൊരു വോയിസ് മെസ്സേജ് ആയിരുന്നു. കാത് കേൾക്കില്ലെങ്കിലും എന്താ അയാൾ എത്ര ഹാൻസം ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. പെട്ടെന്ന് ഓപ്പൺ ചെയ്തതുകൊണ്ടും സൗണ്ട് കുറയ്ക്കാത്തത് കൊണ്ട് തന്നെ ഹീറോ അത് കേൾക്കുന്നുണ്ട്, അവളെ നോക്കുന്നുണ്ട്. അയ്യോ, അപ്പോ ഇവന് കാത് കേൾക്കാമല്ലോ.
തന്നെ പോലെ തന്നെ മറ്റെന്തോ പ്രശ്നത്തിനായിരിക്കും ഇവനോട് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പരിഭ്രാന്തിയുടെ മെഡിസിനും എടുത്ത് അവൾ അവിടം വിട്ട് പോകുന്നുണ്ട്. ഉടനടി തന്നെ വൈദ്യരാവട്ടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഇതാണ് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പെൺകുട്ടി, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവൾക്ക് എന്താണ് പ്രശ്നമെന്നൊക്കെ അവൻ അന്വേഷിക്കുന്നുണ്ട്. അത് യാതൊന്നുമില്ല, മെഡിസിൻ കഴിച്ചാൽ എല്ലാം ഓക്കെ ആവുമെന്ന് പറയുമ്പോൾ തന്നെ അവനൊരു പോയിന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ല ലവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ബാക്കി കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞ കാര്യം തന്നെ നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയാതെ, എനിക്ക് ഒരുപാട് ജോലികളുള്ളതാ. ഇപ്പോൾ നിന്റെ വൈഫല്ലേ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നിട്ട് പോയത്, കാശ് തരാതെ എസ്കേപ്പ് ആവാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് ഹീറോയുടെ അടുത്ത് അയാളെ കാശ് ചോദിക്കുന്നുണ്ട്. പിന്നീട് ആനിനെ കാണിക്കുന്നുണ്ട്. അവളാവട്ടെ ഹീറോയിൻ ചെയ്ത പ്രോജക്റ്റുമായിട്ട് ജിന്യു എന്ന പറയുന്ന കമ്പനിയിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവളെ കണ്ടയുടനെ തന്നെ ജിന്യു കമ്പനിയുടെ മാനേജർ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ലിൻസി അല്ലേ ഇവിടെ വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ സോങ് കമ്പനിയിൽ നിന്ന് നിങ്ങളാണോ വന്നിരിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ആനാവട്ടെ, ആര് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും എന്താണ് സാർ പ്രശ്നം, കറക്റ്റായിട്ട് ഇന്ന് ഞാൻ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ലാസ്റ്റ് ആയി അതിൽ സൈൻ ചെയ്യുന്ന ദിവസമല്ലേ അത്, സൈൻ ചെയ്ത് തന്നോളൂ എന്ന് തന്നെ അവൾ പറയുന്നു. അങ്ങനെയാണോ, നിങ്ങളുടെ കമ്പനിയിൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന ആളെ മാറ്റിയിരിക്കുകയല്ലേ, അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഞങ്ങൾക്കും പ്രശ്നമുണ്ട്, ഈ പ്രോജക്റ്റ് ഒന്നും കൂടി മാറ്റി വേറെ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് വീണ്ടും അവൾക്ക് ജോലി നൽകുന്നുണ്ട്. വീണ്ടും മാറ്റി ചെയ്യണമെന്നോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ആൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്റെ അച്ഛനെ കാണാനായി അവൾ പോകുന്നു. ഓൾറെഡി എല്ലാം റെഡി ആയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പോലും സൈൻ ചെയ്ത് വാങ്ങിക്കാൻ നിനക്ക് പറ്റിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അവളെ വഴക്കു പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഉടനടി തന്നെ ഹന ആവട്ടെ, അങ്കിൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതിനൊക്കെ കാരണം ലിൻസിയാണെന്ന് പറഞ്ഞ് അവളുടെ നേർക്ക് കൈചൂണ്ടി പറയുകയും, സിയ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, നീ ചെയ്ത പ്രോജക്റ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അവരെന്നോട് വീണ്ടും ചെയ്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞത്, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്, നിനക്കെന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത്, ഓൾറെഡി ആ കമ്പനി വിട്ട് ഞാൻ പോയതല്ലേ, പ്രോജക്റ്റ് വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്ത് സൈൻ വാങ്ങിക്കോളാൻ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സിയ പോകുന്ന കണ്ടിട്ട് എന്തുകൊണ്ടും അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് നന്നായി, ഒന്നും ഗവനിക്കാതെ പോകുന്ന കണ്ടില്ലേ എന്ന് തന്നെ ഗോവിന്റെ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നു. ഗോവിന്റെ അമ്മയാവട്ടെ ആനിനോട് മേഡിന്റെ അടുത്ത് പറഞ്ഞവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അത് മുഴുവൻ കഴിച്ചിട്ടേ പോവാവൂ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഹീറോയിൻ കേട്ടിരുന്നെങ്കിൽ പോലും അവൾ അതൊന്നും ഗൗരവമായി ഭാവിച്ചതേയില്ല. പിറ്റേ ദിവസം ആവട്ടെ ഹീറോയിൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ആൻ അവളെ വിളിക്കുന്നുണ്ട്. നാളത്തെ ദിവസത്തെപ്പറ്റി നീ മറന്നുപോയോ എന്ന് ആൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ലിൻസിയുടെയും ഗൂവിന്റെയും 3rd ആനിവേഴ്സറി ആയിരുന്നു നാളത്തെ ദിവസം, അത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൻ വിളിച്ചത്. സെലിബ്രേറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും തനിക്കില്ല എന്ന് ഹീറോയിൻ അറിയിക്കുന്നുണ്ടെങ്കിലും, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നിനക്കും ഫാമിലിക്കും വേണ്ടി ഒരു ഹോട്ടലിൽ ഡിന്നർ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. എല്ലാം മറച്ചു പിടിച്ച് അവളെ സഹായിക്കുന്ന മട്ടിലാണ് ആന്റെ സംസാരം മുഴുവൻ. കോളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾ ഒരു കാഴ്ച കാണുന്നത്. ഗുവും അവന്റെ പേരൻസും കൂടി സാധനങ്ങളുമായി അവിടെ വിട്ട് പോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനടി തന്നെ അവർ പോകുന്നിടത്തേക്ക് ഹീറോയിൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. ആനാവട്ടെ ഗുവിന്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു മുറി തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അച്ഛനും അമ്മയും കൂടി പോയി റിലാക്സ് ചെയ്തോളൂ എന്ന്. അതുപോലെ തന്നെ ഗുവിനും അവൾക്ക് വേണ്ടി മറ്റൊരു മുറിയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും മുറിയിലേക്ക് പോകുന്നത് ഹീറോയിൻ കണ്ടിരുന്നു. എന്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുകയാണോ എന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവരിരുവരും എടുത്തിരിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറി തന്നെ വേണമെന്ന് റിസപ്ഷനിസ്റ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ബാൽക്കണിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും ആശ്രീ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല, എത്ര എമൗണ്ട് വേണമെങ്കിലും പേ ചെയ്യാം, അത് തന്നെ മതിയെന്ന് ഹീറോയിൻ വാശി പിടിക്കുന്നതുകൊണ്ട് തന്നെ അവർ കീ കൊടുക്കുന്നു. എന്നാൽ ഇതേ സമയം ആനും ഗോവാവട്ടെ മുറിയിൽ എത്തിയ ഉടനെ തന്നെ റൊമാൻസ് ചെയ്യുകയായിരുന്നു. ബാൽക്കണിയൊക്കെ തകരാറിലായതുകൊണ്ട് തന്നെ ഈ കാഴ്ചയൊക്കെ ലിൻസിയെ കണ്ടിരുന്നു. അവരെന്ത് ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർക്ക് അടുത്തുള്ള മുറി തന്നെ ഹീറോയിനും ബുക്ക് ചെയ്തത്. വളരെയധികം വെറുപ്പോടെ തന്നെ ഹീറോയിൻ അവിടെ ഗോവിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. വളരെ ടയേർഡാണ്, ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് അവൻ അവളോട് കള്ളം പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് നല്ല സംശയമുണ്ട്, ഇത് കണ്ടിട്ട് ഒരു ഹോട്ടൽ റൂം പോലെ തോന്നുന്നുണ്ടല്ലോ, തന്നെ അവിടേക്ക് ഒന്ന് കാണിക്കണമെന്ന് തന്നെ അവൾ ആവശ്യപ്പെടുമ്പോൾ ഗോവാവട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ആൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഫോണിലെ ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം തനിക്കൊരാളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തന്റെ കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗോ പറഞ്ഞതനുസരിച്ച് മുട്ടിലിരുന്ന് നീങ്ങിയത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത വേദന കാലിന് അനുഭവപ്പെട്ടിരുന്നു. പോട്ടെ, സാരമില്ല, ഇനി ഇങ്ങനെയൊന്നും നടക്കാതെ തന്നെ നോക്കിക്കോളാമെന്ന് അവൻ പറയുകയും പിന്നീട് അവളുമായി വീണ്ടും റൊമാൻസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗോ അവളുമായി അഫെയറിൽ ഇരുന്നേന്ന് തോന്നുന്നു. എന്നിരുന്നാലും അവൾ പ്രഗ്നന്റ് ആയിട്ട് പോലും അവളുമായി ഒരുമിച്ച് അവൻ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോയിൻ അവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഗോവിനും അവൾക്ക് വേണ്ടിയിട്ടുള്ള ബെഡ് ആൻ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ലിൻസിയ നീ അവനോടൊപ്പം ഇരുന്നാൽ പോലും ഞാൻ യൂസ് ചെയ്ത ബെഡിൽ തന്നെയാണ് നീ അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ പോകുന്നതെന്ന്. ഗോ ആവട്ടെ അവളെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം, നീ വളരെ നല്ല പെൺകുട്ടിയാണ്, ഞാൻ
ലിൻസിയുമായി ഹാപ്പി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും പുറമേ അത് കാണിച്ചില്ല. മനഃപൂർവ്വം തന്നെ അവളുടെ ഒരു ഇന്നർ വെയർ അവന്റെ പോക്കറ്റിലേക്ക് അവൻ അറിയാതെ അവൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഇത് കണ്ടെത്തി അവനുമായി വഴക്കിടുകയാണ് അവളുടെ ആവശ്യം. എന്നിരുന്നാലും ഹീറോയിൻ ഈ കാഴ്ച കാണുന്നുണ്ട്. അറപ്പോടെ തന്നെയാണ് അവൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നത് തന്നെ. പിന്നീട് ഡിന്നർ സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ആൻ ഹീറോയിനെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ അവള് ഗോവിന്റെ കൂടെ അവർക്ക് ഡിന്നർ കഴിക്കാൻ ഇരുന്നിടത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഇരിക്കാനായിട്ട് ഗോ അവളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ തന്നെ ഹീറോയിൻ അവിടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവന്റെ കൈ തട്ടി മാറ്റി അവന്റെ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നു. എന്തിനാടി നീ അവനെ അടിച്ചെന്ന് ആൻ ചോദിക്കുമ്പോൾ തന്നെ അതേ ഫോഴ്സിൽ തന്നെ തിരിച്ച് ആന്റെ കരണത്തും ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്തിനാടി നീ എന്നെ അടിച്ചെന്ന് അവൾ ചോദിക്കുമ്പോൾ അയ്യോ നീ പിന്നിൽ നിന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്ക് ഗുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ ഒന്ന് ശാന്തമായിരിക്കുന്നു തന്നെ ആനോട് അവൾ പറയുന്നു. ഉടനടി തന്നെ ഗു ആവട്ടെ നിനക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കുകയും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം, അല്ലാതെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് എന്നെ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കയ്യിൽ ഒരു ഗ്ലൗസ് ധരിച്ചതിന് ശേഷം എന്താണ് കാര്യമെന്ന് എല്ലാവർക്കും അറിയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ പോക്കറ്റിനുള്ളിൽ നിന്ന് ആ ഇന്നർ അവൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്ത് വൃത്തികെട്ട പ്രവൃത്തിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ എന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ അവന്റെ അച്ഛനാവട്ടെ അന്താളിച്ച് ആനെ അതുപോലെ ഗുവിനെ നോക്കുന്നുണ്ട്. ഇതിനെന്ത് വിശദീകരണമാണ് നീ നൽകാൻ പോകുന്നതെന്ന് ഗുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ വന്നത്, ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് എന്താണ് കാര്യമെന്ന് വെച്ചാൽ താൻ പറയാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആഹാരം കഴിക്കണമെന്നാണോ, എന്നാ കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പിലേക്ക് അവൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിന്നോടൊന്നും സംസാരിക്കേണ്ട യാതൊരു കാര്യവും തനിക്കിനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടം വിട്ട് പോകുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട ഗുവിന്റെ അച്ഛനാവട്ടെ ഇവള് വളരെ അഹങ്കാരം പിടിച്ചൊരു പെണ്ണാണ്, ഇവളെ ഇപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഗുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനാവട്ടെ അവളുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്റെ ഫാമിലിക്ക് പോലും അറിയില്ല എന്നെ ഫേക്ക് മാരേജ് ആണ് കഴിച്ചിരിക്കുന്നതെന്ന്, ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. എന്നിരുന്നാലും അവൻ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് വളരെയധികം ഭയമാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടം വിട്ടു പോകുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആവട്ടെ ആ ഹോട്ടലിൽ തന്നെ മറ്റൊരു പ്രൈവറ്റ് റൂമിൽ അവന്റെ സുഹൃത്തുമായി ചേർന്ന് ചെറുതായി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയായിരുന്നു. ഹീറോയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ചെങ്കെന്നാണ് അവന്റെ പേര്. അവനാവട്ടെ എല്ലാവരുടെ അടുത്തും വന്ന് പറയുന്നുണ്ട് തൊട്ടപ്പുറത്തെ പ്രൈവറ്റ് റൂമിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നു, അവളാണെങ്കിൽ ആ ഫാമിലിയുടെ മുഴുവൻ വായടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കാം, ലിൻസി എന്നാണ് പെൺകുട്ടിയുടെ പേര്. സോങ് ഫാമിലിയിൽ നേരത്തെ വർക്ക് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ ഹീറോയ്ക്ക് ആളെ പിടികിട്ടുന്നുണ്ട്. അവൾ അവിടെ എന്ത് ചെയ്യാതിരിക്കുന്ന സംശയത്തോടെ തന്നെ ഷിങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയും അവന്റെ ഫ്രണ്ടും കൂടി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബാറിലേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ടിന്റെ നിർബന്ധത്തിലാണ് ഹീറോ അവിടേക്ക് ചെന്നത്. ഇതേസമയം ഹീറോയിനും ആവട്ടെ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയായിരുന്നു വല്ലാത്ത വിഷമത്തില്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. സോങ് ഫാമിലിയിലെ മുഴുവൻ പേരും അവളെ ചതിക്കുകയായിരുന്നല്ലോ ഇത്രയും നാളും. ലിൻസിയെ കണ്ടയുടനെ തന്നെ ഹീറോ അവിടെ ചെങ്ങിനെ അവിടെ ഒരിടത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു സൈഡിലേക്ക് തന്നെ മാറിയിരുന്ന് അവളെ വീക്ഷിക്കുന്നുണ്ട്. ഓവറായി മദ്യപിച്ച് ആടിയാണ് ഹീറോയിൻ നടന്നു വന്നത്. വീടാൻ പോകുന്ന കണ്ടിട്ട് അവളെ പിടിക്കാനായി ഹീറോ പോകുന്നുണ്ടെങ്കിലും ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നകലുന്നു. ഷെങ്ങാവട്ടെ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇതേസമയം മറ്റൊരാൾ മദ്യപിച്ച് ഒറ്റയ്ക്ക് പോകുന്ന എന്തിനാ, താൻ കമ്പനി തരാന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മര്യാദയ്ക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അവൾ ഒരുപാട് മദ്യപിച്ചിരിക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി ഹീറോ അവിടേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ ആ യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ പിടിച്ചു വാങ്ങി അയാളുടെ തലയിൽ തന്നെ അവൾ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇനി അവളെ എവിടെ നിർത്തിയാൽ ശരിയാവില്ലോ എന്ന് കരുതി ഹീറോ ആവട്ടെ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ ആരാണ്, എന്നെ വിട്, എനിക്ക് പോകാൻ അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. ഇത് ആ പെൺകുട്ടിയില്ലേ, അവളുമായി ചേർന്ന് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇവൾ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ അവളെ ഹോട്ടലിലേക്ക് കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അതിന് നീ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ ചെങ്ങാവട്ടെ ഇതെന്റെ അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിയാണെന്നും തന്റെ വൈഫാണെന്നും ഹീറോ വെളിപ്പെടുത്തുന്നുണ്ട്. ചെങ്ങാവട്ടെ ഇത് കേട്ട് വായും പൊളിച്ച് ഹീറോയെ നോക്കുന്നുണ്ട്. അത്രയധികം ഷോക്കായി പോയിരുന്നു ഇത് കേട്ടപ്പോൾ അവൻ. ബോധമില്ലാത്ത ഹീറോയിനാവട്ടെ ഹാൻസം, നീ ഒരു മെയിൽ മോഡലല്ലേ, ഒരു നൈറ്റ് എത്ര ചാർജ് എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിന്റെ അച്ഛൻ കണ്ടുവച്ച പെണ്ണുകൊള്ള, നിന്നെ മെയിൽ മോഡലായിട്ടാണല്ലോ കാണുന്നേന്ന് പറഞ്ഞ് ചെന്നാവട്ടെ ആർച്ച് ചിരിക്കുന്നുണ്ട്. ഹീറോ അവിടെ ദേഷ്യത്തോടെ അവരെയും നോക്കിയിട്ട് അവിടെ നിന്ന് ഹീറോയിനെയും കൂട്ടി ഹോട്ടൽ മുറിയിലേക്ക് പോയി അവളെ ബെഡിലേക്ക് കിടത്തുകയും ചെയ്തു. ബെഡ്ഷീറ്റൊക്കെ പുതപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അവൻ ബെഡ്ഷീറ്റൊക്കെ ഇടങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ചുമ്മാതിരിക്കാൻ അവൾ തയ്യാറായില്ല. എഴുന്നേറ്റ് നിന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഈ വൈറ്റ് ഷർട്ട് എന്റേതാണ്, എനിക്കിത് വളരെ ഇഷ്ടമാണ്, ഇപ്പോൾ തന്നെ തനിക്കിത് വേണമെന്ന് പറഞ്ഞ് അവന്റെ ഷർട്ടിൽ പിടിച്ചവൾ വാശി പിടിക്കുന്നു. എന്റെ ഷർട്ടാണ്, എനിക്കിത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അവൾ അഴിക്കാൻ പോകുന്നു. ആ ഷർട്ടിന്റെ മുകളിൽ കൂടെ ഒരു കോട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ഊരാൻ സാധിച്ചതുമില്ല. അവൾ ബലമായി പിടിക്കുന്നത് കൊണ്ട് രണ്ടുപേരും കൂടി പെട്ടെന്ന് മറിഞ്ഞ് ബെഡിലേക്ക് വീഴുകയും ബാലൻസ് കിട്ടാതെ പോയതുകൊണ്ട് തന്നെ ഹീറോ അവളെ കിസ് ചെയ്യുകയും, ഹീറോയുടെ ഇത് ഫസ്റ്റ് കിസ് ആയിരുന്നു, അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വല്ലതെ പരിഭ്രാന്തനാവുന്നുണ്ട്. ഇത് എന്റെ ഡ്രസ്സാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ അവളാവട്ടെ ഷർട്ടിൽ അവളുടെ ലിപ്സ്റ്റിക്ക് പതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
എന്തായാലും അവൾ ആ ഷർട്ടും കൊണ്ടേ പോകുമെന്ന് മനസ്സിലാക്കി ഹീറോ ആവട്ടെ വേറെ വഴിയില്ലാതെ ബാഡ്രോബ് ധരിച്ചിട്ട് അവൾക്ക് ആ ഷർട്ട് നൽകുന്നുണ്ട്. ഉടനടി തന്നെ ഇട്ടിരിക്കുന്ന ഷർട്ട് മാറ്റിയിട്ട് ഹീറോയുടെ ഷർട്ട് ധരിക്കാനായി അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഹീറോ അവളെ തടയുന്നുണ്ടെങ്കിലും ഞാനത് ഇട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് അവൾ നിർബന്ധം പിടിക്കുകയും അവൾ ആ ഷർട്ട് ധരിക്കുകയും ഹീറോ ആവട്ടെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഈ ഷർട്ട് എനിക്ക് നന്നായി ചേരും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ അവള് കിടന്നുറങ്ങുന്നുണ്ട്. അന്ന് ഹീറോയ്ക്ക് ഒരു ഫയൽ എടുത്തുകൊണ്ട് പോയി കൊടുത്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അയാളായിരിക്കും തന്റെ ഹസ്ബൻഡ് എന്ന് അവൾ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. അത് ഹീറോയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അയാളാവട്ടെ ഹീറോയുടെ നിർദ്ദേശപ്രകാരം തന്നെ മെയ്ഡിൽ നിന്ന് ഹാങ് ഓവർ സോപ്പുമായി അവിടെ എത്തിയിരിക്കുകയാണ് ഹീറോയിന് കൊടുക്കാൻ വേണ്ടി. എന്നാൽ അവൾ എഴുന്നേറ്റ് ഉടനെ തന്നെ അത് അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടം വിട്ട് പോവുകയായിരുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ അമ്പരപ്പോടെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ധരിച്ചിരിക്കുന്ന ഷർട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇന്നലെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അവള് പരിഭ്രാന്തിയോടെ ഓർത്തു നോക്കുന്നുണ്ട്. ഷെങ്ങിന്റെ ഫേസ് അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ചൈനീസ് മെഡിസിൻ തന്നയാളുടെ അടുത്തുണ്ടായിരുന്ന അതേ യുവാവ് തന്നെയല്ലേ അവനെന്ന് അവൾ ഓർമ്മിക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവിടെ വർക്കിന് വേണ്ടി കമ്പനിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഹീറോയിനെ കിസ് ചെയ്തതൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതേസമയം തന്നെ അവന്റെ അച്ഛനും അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്റെ മരുമകളെ നീ കണ്ടോ എന്ന് അച്ഛൻ അന്വേഷിക്കുമ്പോൾ ഞാൻ അവളെ വിവാഹമൊന്നും കഴിക്കില്ല, അവളൊരു ആൽക്കഹോളിക്കാന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം, നീ എന്നെ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ മാരേജ് ഓൾറെഡി കഴിഞ്ഞല്ലോ, വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. എങ്ങനെയാണ് താൻ പോലും അറിയാതെ തന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തേന്ന് ഹീറോ അമ്പരപ്പോടെ തന്നെ അച്ഛൻ്റെ അടുത്ത് തിരക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റിൽ നിന്റെ ഫോട്ടോ മാത്രം വെച്ചാൽ മാത്രം മതി, ബാക്കി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, ആ ഫോട്ടോയും കൂടി ഒന്ന് കൊടുക്കാൻ നോക്കെന്ന് പറഞ്ഞ് അദ്ദേഹം കോള് കട്ട് ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അച്ഛൻ ചിരിക്കുന്നു. നിലവിൽ ലിൻസി ആവട്ടെ ഒരു ഹോട്ടൽ മുറിയിലല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ പേ ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ് അവൾ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരാവട്ടെ പ്രസിഡന്റ് ഷെങ് ബുക്ക് ചെയ്തിരിക്കുന്ന റൂമാണത്, അതിൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കില്ല, ഓൾറെഡി പേ ചെയ്തതാണെന്ന് തന്നെ അവർ പറയുന്നു. ആ പേര് കേട്ടപ്പോൾ ജിന്യു എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഹീറോയിൻ ഒരു പ്രോജക്റ്റ് റെഡിയാക്കിയിരുന്നല്ലോ, ആ കമ്പനിയുടെ മാനേജറിന്റെ ബോസ് പോലും ഹീറോയിനാണ്. ജിന്യു കമ്പനി ഹീറോയിൻ്റെതാണ്. മാനേജറോട് പറഞ്ഞ് ഷെങ്ങുമായി ഒരു മീറ്റിംഗ് എങ്ങനെയും അറേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും തനിക്ക് തന്റെ ബിസിനസ് പ്രാവർത്തികമാക്കാൻ സാധിക്കുമല്ലോ എന്ന് തന്നെ അവൾ സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. ഈ ഷെങ്ങിനെ ഇനി എങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു വഴി കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് അവൻ കൊടുത്തിട്ട് പോയ ആ ഷർട്ടിന്റെ ഓർമ്മ വരികയും റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ മുറിയിലേക്ക് പോയ ഷർട്ട് എടുക്കുന്നു. അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് അവൻ ചെയ്ത ഹെൽപ്പിന് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ അവന്റെ കമ്പനിയിലേക്ക് കയറിപ്പറ്റി ബിസിനസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് തന്നെ ഹീറോയിൻ കരുതുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിൽ ഷെങ്ങിന്റെ പേര് മറ്റെന്തോ ആണ്, അതുകൊണ്ടാണ് അവൾക്കത് തന്റെ ഹസ്ബൻഡ് ആണെന്ന് ഇതുവരെയും മനസ്സിലാവാതെ പോയത്. പോകുന്നതിന് മുമ്പായി ചൈനീസ് മെഡിസിൻ അറിയാവുന്ന ആ വൃദ്ധനെ അവൾ കാണാൻ പോകുന്നുണ്ട്. മെഡിസിനൊക്കെ നന്നായി എടുക്കുന്നുണ്ടോ എന്ന് അയാൾ അവളോട് അന്വേഷിക്കുന്നുണ്ട്. എനിക്കെല്ലാം ഓക്കെയാണ്, യാതൊരു പ്രശ്നവുമില്ല, അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഷെങ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻ വാങ്ങാൻ വന്നതാണെന്ന് അവൾ തന്നെ ഒരു പ്രശ്നമുണ്ടാക്കി അതിനുള്ള മെഡിസിൻ അയാളോട് ചോദിക്കുന്നുണ്ട്. ഷെങ്ങിനെ താൻ കാണാൻ പോവുകയാണെന്നും പോകുന്ന സമയത്ത് കൊടുക്കാമെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. ആ വൃദ്ധനായ മനുഷ്യനാവട്ടെ ഇവളിത് എന്ത് മെഡിസിനെ പറ്റിയാ പറയുന്നതെന്ന് അറിയാതെ തന്നെ അവൻ ഹെൽത്തി ആയിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ഫുഡും അതോടൊപ്പം തന്നെ ഒരു മെഡിസിനും കൊടുക്കുന്നുണ്ട്. ഫുഡ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ള സന്ദേഹം അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും തുറന്നു ചോദിക്കാതെ അവൾ നേരെ ഷെങ്ങിന്റെ ഓഫീസിലേക്ക് പോകുന്നു. റിസപ്ഷനിസ്റ്റിനോട് കാര്യം പറയുന്നുണ്ടെങ്കിലും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കടത്തിവിടാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ഹീറോയിൻ ആവട്ടെ ഇത് ഷെങ്ങിന് കൊടുക്കാനുള്ള മെഡിസിൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആ പെൺകുട്ടി തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഈ മരുന്ന് അധികമായി ചെന്നു കഴിഞ്ഞാൽ അത് പോയിസണായി മാറുമെന്ന് അവൾ കള്ളം പറയുന്നുണ്ട്. ഇത് കേട്ട് നെർവസായ പെൺകുട്ടിയാവട്ടെ എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഈ മെഡിസിൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് തന്നോടൊപ്പം വരാനായി അവളോട് ആവശ്യപ്പെടുന്നു. അകത്തേക്ക് പോകാനുള്ള മാർഗത്തിന് വേണ്ടി മാത്രമാണ് അവൾ ആ വൃദ്ധനായ മനുഷ്യരിൽ നിന്ന് ആ മെഡിസിൻ വാങ്ങിയത്. അകത്ത് ചെന്നപ്പോൾ ഹീറോ ആവട്ടെ എനിക്ക് ഈ മെഡിസിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഇനി മേലാൽ കൊടുത്തുവിടണ്ട എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ തുടങ്ങുന്നുണ്ട്. മുഖത്ത് നോക്കാതെ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഹീറോയിനാണെന്ന് അവന് മനസ്സിലായതുമില്ല. മെഡിസിൻ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ജിന്യു കമ്പനിയിൽ നിന്ന് വരികയാണ്, എന്റെ ഈ പ്രോജക്റ്റ് നന്നായോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവൾ ആ ഫയല് അവന്റെ നേർക്ക് നീട്ടുന്നു. ഇവളോ എന്ന മട്ടിൽ നേരിയ അമ്പരപ്പോടെ അവളെ നോക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അവൻ ഓർത്തെടുക്കല്ലേ എന്ന് തന്നെ ഹീറോയിൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. അവൾ അവളുടെ പ്രോജക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഹീറോ ആവട്ടെ ഈ കയ്യിൽ എന്താ ഉള്ളത്, ആ കയ്യിൽ എന്താ ഉള്ളത് എന്നവളടുത്ത് തുടരെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷർട്ട്, മെഡിസിനും ഫുഡും ഒക്കെയാണെന്ന് അവൾ പറയുന്നുണ്ട്. തുടർന്ന് തന്റെ പ്രോജക്റ്റ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണമെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രോജക്റ്റിനെ പറ്റിയൊക്കെ ആലോചിക്കാം, ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പൊക്കോ എന്ന് തന്നെ അവൻ പറയുന്നു. അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം അവൾ കൊടുത്ത ഫയൽ ചെക്ക് ചെയ്തിട്ട് അസിസ്റ്റന്റായ പെൺകുട്ടിയാവട്ടെ ഇതിൽ യാതൊന്നും തന്നെയില്ല എന്ന് അവനെ അറിയിക്കുന്നുണ്ട്.
അവളെന്തോ ട്രിക്ക് യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു. എനിക്കതിൽ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് തന്നെയായിരിക്കാം അവളെ തന്റെ വൈഫായി അച്ഛൻ തിരഞ്ഞെടുത്തതെന്നും അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അവൾ വളരെ സ്മാർട്ടാണെന്നും അവളോടൊരു ഇൻട്രസ്റ്റും അവന് ഇതിനോടകം തന്നെ തോന്നി തുടങ്ങിയിരുന്നു. പിന്നീട് ഹീറോയിൻ ഒരു ഹോസ്പിറ്റൽ ചെക്കപ്പിനാണ് പോയത്. അതേസമയം ആരെയോ കണ്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. വേറെ ആരുമായിരുന്നില്ല, ആനും അതുപോലെ ഗുവ ആയിരുന്നു. അവരുടെ കുഞ്ഞിന്റെ സ്കാൻ റിപ്പോർട്ടൊക്കെ എടുത്ത് ഗുവ ആവട്ടെ അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് ഹീറോയിൻ ആവട്ടെ വല്ലാതെ വിഷമിച്ച് ഒരിടത്ത് മാറിയിരുന്ന് കരയുന്നുണ്ട്. അവനെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിക്കാൻ പോയതുകൊണ്ടാണ് തനിക്ക് ഈ അവസ്ഥയുണ്ടായത്. തന്റെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ പോലും അവരെ ഒന്നും നോക്കാൻ സാധിച്ചില്ല. അവർ തന്നെ വിട്ടുപോവുകയും ചെയ്തു. തനിക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മയും കൂടി നഷ്ടമായി. ഈ ലോകത്ത് തനിക്കിനി ആരുമില്ലല്ലോ എന്നോർത്ത് അവള് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഹീറോയുടെ അച്ഛൻ അവളെ വിളിക്കുന്നത്. ടീ കുടിക്കാനായി അദ്ദേഹം അവളെ വിളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ടീയൊന്നും വേണ്ട, നന്നായി വിശക്കുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു അച്ഛന്റെ സ്നേഹത്തോടെ തന്നെ അദ്ദേഹം അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവളും ചെല്ലുന്നുണ്ട്. നീ വന്നോ, നിനക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണമൊക്കെ താൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് വിഭവങ്ങളും അതുപോലെ തന്നെ വൈൻ വരെ കുടിക്കാനായി എടുത്തു വെക്കുന്നുണ്ട്. ഹീറോയിൻ ഒരുപാട് വിഷമത്തിലിരുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ഓർമ്മ വരെ വന്നതുകൊണ്ട് ഓവറായിട്ട് തന്നെ വൈൻ കുടിക്കുന്നുണ്ട്. അവൾ അത്രത്തോളം വൈൻ കുടിക്കുമെന്ന് അങ്കിൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവളുടെ ഭാവം മറന്നുണ്ട്. ദേ ഒരു ബട്ടർഫ്ലൈ പോകുന്നു എന്ന് പറഞ്ഞ് അവള് സോഫയിലേക്ക് കയറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് താളം ചവിട്ടുന്നുണ്ട്. അങ്കിൾ അവിടെ ഹീറോയെ കോൾ ചെയ്യുന്നുണ്ട്. ഹീറോ ഇവിടേക്ക് വന്നപ്പോൾ എന്തൊക്കെയാ അച്ഛാ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന നമ്പരപ്പോടെ തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്. ഇതെന്താ ഇത്രയും വലിയ ബട്ടർഫ്ലൈ നിൽക്കുന്നതിന് ചോദിച്ചുകൊണ്ട് തന്നെ അവള് നേരെ ഹീറോയുടെ മണ്ടയിലേക്ക് ചാടി കയറാൻ നോക്കുന്നുണ്ട്. താ പറന്നു വരുന്നു എന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കുന്ന ഹീറോ ആവട്ടെ പെട്ടെന്ന് തന്നെ അവളെ പിടിക്കുന്നുണ്ട്. എന്നിരുന്നാലും അച്ഛനാവട്ടെ അവൾക്കിപ്പോൾ തീരെ വയ്യ, നീ അവളെ മുകളിൽ ബെഡ്റൂമിലേക്ക് കൊണ്ടുചെന്ന് കിടത്തുന്നു തന്നെ പറയുന്നു. അതിന് ഹീറോ ആവട്ടെ ചെറിയ ദേഷ്യത്തോടെ തന്നെ നിങ്ങൾക്ക് ചെറുമകനോ ചെറുമകളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളെ കൊണ്ട് ഇങ്ങനെ മദ്യം കഴിപ്പിക്കരുതെന്ന്. അവൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവന്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട്. എന്നാൽ ബെഡിലേക്ക് കൊണ്ടു കിടത്തിയതിനു ശേഷം പോകാൻ തുടങ്ങിയ അവനെ കയ്യിൽ പിടിച്ചു നിർത്തിയതിനു ശേഷം തനിക്ക് ആരുമില്ല, തന്റെ അമ്മയും മരിച്ചുപോയി, ഈ ലോകത്ത് തന്നെ ഇനി സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്കും ചെറുതായി ഫീൽ ആവുന്നുണ്ട്. മെയ്ഡിനോട് ഹാങ് ഓവർ സൂപ്പൊക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരതവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഹീറോ തന്നെ അവൾക്കത് കോരി കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യം അവളത് കുടിക്കാൻ തയ്യാറായില്ലെങ്കിലും കുറേശ്ശെ കുടിച്ചാൽ അവൾ ഓക്കെ ആവുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അത് കുടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം എഴുന്നേറ്റ ഹീറോയിൻ ആവട്ടെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ ഓർക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് താൻ ഇവിടെ ഷെങ്ങിനെ കണ്ടത്? ഓഫീസിൽ വെച്ച് കണ്ടതുകൊണ്ടായിരിക്കാം ഇവിടെ അയാളെ കണ്ടതുപോലെ തനിക്ക് തോന്നിയതെന്നും അവൾ ഉടനടി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇനി അങ്കിളിനോട് ഇനി എന്തു പറയും, എന്റെ ഫാദർ ഇൻ ലോ അല്ലേ, എന്നെ വഴക്ക് പറയുമായിരിക്കും എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. കുടിച്ചിട്ട് നിന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയാണ് താൻ കാട്ടിക്കൂട്ടിയത്. എന്നിരുന്നാലും അങ്കിൾ കാണുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ച് അവൾ കാറിലേക്ക് കയറുന്നു. എന്നാൽ ഈ കാഴ്ച ഒരു മെയ്ഡ് കാണുകയും അത് അങ്കിളിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു സാർ, മേഡം ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ എന്നവർ പറയുന്നത് കേട്ടപ്പോൾ ചിലപ്പോൾ ഈ വീട് അവൾക്ക് ഇഷ്ടമായി കാണില്ലേ, തനിക്ക് വേണ്ടി മാത്രം താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീട് വാങ്ങിയതെന്നും അയാൾ പറഞ്ഞ് താൻ തന്നെ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനെ കോൾ ചെയ്യുകയും ചെയ്യുന്നു. നീ വീട്ടിലേക്കൊന്ന് വാ, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അവളവിടെ വല്ലാതെ പേടിക്കുന്നുണ്ട്. തന്നെ വഴക്ക് പറയാനാണോ എന്ന് ഓർത്തിട്ട്. എന്നിരുന്നാലും ഹീറോയിൻ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അവിടെ ചെന്നാലോ ഇതെല്ലാം ഒരുപാട് വലിയ വലിയ വീടുകളുടെ ഡോക്യുമെന്റ്സ് ആണ്, ഇതെല്ലാം നിനക്കുള്ളതാണ്, നീ തന്നെ ഇതെല്ലാം എടുത്തേ മതിയാവൂ എന്നും ഇതൊരു ചെറിയ വീടായി കണക്കാക്കരുതെന്നും അയാൾ പറയുന്നുണ്ട്. അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്, ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്, തന്നെ കൊണ്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. നീ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും മോളെ, നീ എന്തായാലും ഇതെല്ലാം എടുത്തേ മതിയാവൂ, ഇതെല്ലാം നിന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആവട്ടെ വല്ലാതെ നെഞ്ചുവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവെക്കുന്നുണ്ട്. ആക്ടിംഗ് ഒക്കെ മതി, ഇതൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് മുഴുവനും അവളെടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. അത് മുഴുവൻ ബാഗിലേക്ക് കയറാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതേസമയം ഗോവിന്റെ അച്ഛനാവട്ടെ എന്നെ വഴക്ക് പറയുകയായിരുന്നു. ഇതുവരെയും ആ പ്രോജക്റ്റ് നിനക്ക് സൈൻ ചെയ്ത് വാങ്ങാൻ സാധിച്ചില്ലേ, ജിന്നിയോ കമ്പനിയിൽ നിന്ന് തനിക്ക് ഇതുവരെ കോള് പോലും വന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിന്റെ മാനേജറെ അയാളെ വിളിക്കുന്നുണ്ട്. പ്രോജക്റ്റിനെ പറ്റി ചോദിക്കുമ്പോഴോ ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങളുടെ ബോസ് അറിയിച്ചു എന്ന് പറഞ്ഞ് മാനേജർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഹീറോയിനും അവരുടെ സംഭാഷണമൊക്കെ കേട്ടിരുന്നു. തീർച്ചയായും തന്റെ തീരുമാനം തന്നെയാണ് ശരിയെന്നും അവൾ മനസ്സിലുറപ്പിക്കുന്നു. എന്ത് ചെയ്താലും ആ പ്രോജക്റ്റ് വീണ്ടും തിരികെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്റെ അച്ഛൻ അവിടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഫയലെടുത്ത് ആന്റെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവള് ജിന്യു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഹീറോയിനാവട്ടെ അവിടുത്തെ മാനേജറുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ ആ മാനേജറുമായി അവൾക്ക് തെറ്റായ ബന്ധമുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ആ പ്രോജക്റ്റ് ഞങ്ങൾക്ക് സൈൻ ചെയ്ത് ലഭിക്കാത്തതെന്നും ആൻ മനസ്സിൽ വിചാരിക്കുന്നു. കമ്പനിയിൽ നിന്ന് മടങ്ങി പോകുമ്പോഴാണ് സോങ് ഫാമിലിയിൽ തന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഇരിപ്പുണ്ടെന്നുള്ള കാര്യം അവൾ ഓർത്തെടുത്തത്. അങ്ങനെ ഗുവിന്റെ ഫാമിലിയിലേക്ക് തന്നെ അവൾ വീണ്ടും അതെടുക്കാനായി പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഗുവും ആനും അതുപോലെ തന്നെ അവന്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു.
ഇത്ര മോശപ്പെട്ട പ്രവൃത്തിയെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ഗോവിന്റെ അമ്മ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവാതെ ഹീറോയിന് നിൽക്കുന്നു. അതേസമയം ആൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണാൽ കണ്ടതാണ്, നീ ആ ജിന്നു കമ്പനിയിലെ മാനേജറുമായി അഫയറിലല്ലേ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസും എടുത്ത് കാണിക്കുന്നു. എന്റെ ഓഫീസിലേക്ക് വന്നിട്ട് എന്റെ ഫോട്ടോ എടുത്തിട്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണല്ലോ എന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഗോവിന്റെ അടുത്ത് ആദ്യം നീ ചെയ്ത് കൂട്ടിയതിനൊക്കെ എക്സ്പ്ലനേഷൻ തരാതെ തന്നെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഗുവാവട്ടെ, ഞാനൊരാണാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും നീ ഒരു പെണ്ണല്ലേ, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു അഹങ്കാരിയെ പോലെയാണ് അവന്റെ സംസാരമൊക്കെ. അവൻ പറഞ്ഞതിന് സപ്പോർട്ട് എന്നോണം തന്നെ അവന്റെ അമ്മ ഹീറോയിനെ അടിക്കാനായി പോകുന്നുണ്ടെങ്കിലും ഹീറോയിൻ ആവട്ടെ അവരെ പിടിച്ചൊരു തള്ളുകയും തന്റെ കാര്യത്തിൽ ഇനി ആരും ഇടപെടരുതെന്നും ഇനി ആരെയും തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്യുമെന്റ്സ് എടുക്കാനായി അകത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ ഹീറോയിനെ അങ്കിളെ വിളിച്ചിട്ട് തന്റെ കുറെ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അവിടേക്ക് നീയും വരണം, നിനക്കുള്ള ഡ്രസ്സ് ഞാൻ ചൂസ് ചെയ്ത് വെക്കുകയാണെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. അവളവിടെ ചെന്നപ്പോഴും അദ്ദേഹം അവൾക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സുകൾ ചൂസ് ചെയ്ത് വെച്ചിരുന്നു. ഇതൊന്നും വേണ്ട എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നീ എന്റെ മരുമകളാണ്, ഞാൻ നിന്നെ മകളെ പോലെയാണ് കാണുന്നത്, ഈ ഡ്രസ്സൊക്കെ നീ ധരിച്ചേ മതിയാവൂ. അങ്ങനെ അങ്കിളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് ചൂസ് ചെയ്ത് പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ സോങ് ഫാമിലിയിലുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഗോ അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവന്റെ അമ്മയാവട്ടെ, ഇവളെ ആരാണ് ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്, ഇവളെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആനാവട്ടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വളരെ കോസ്റ്റ്ലിയാണ്, ഇങ്ങനെ വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ ഓരോ വർഷവും ഒരുപാട് ലോൺ അടച്ചു തീർക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിനെ കളിയാക്കി തന്നെ അവൾ സംസാരിക്കുന്നു. അവിടേക്ക് ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ചെങ് വരുന്നുണ്ട്. അവനും ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ വഴിതടഞ്ഞു നിൽക്കുന്നത്, ഒരു സൈഡിലേക്ക് മാറി നിൽക്കിയെന്ന് തന്നെ സോങ് ഫാമിലിയോട് ചെങ് പറയുന്നുണ്ട്. ചെങ്ങിനാവട്ടെ ലിൻസിയ അവന്റെ ഫ്രണ്ടിന്റെ വൈഫാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്നോടൊപ്പം വാ, കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ സോങ് ഫാമിലിയിലുള്ളവരെല്ലാം ആകെ എന്താളിച്ചു പോകുന്നുണ്ട്. തങ്ങൾക്ക് തരാത്ത മര്യാദ എന്തുകൊണ്ടാണ് അവൾക്ക് കൊടുക്കുന്നേ എന്ന് ആലോചിച്ചിട്ട് അവരുടെ ഉള്ളിൽ വല്ലാത്ത സംശയം ഉണ്ടാവുന്നു. ചിലപ്പോൾ ലിൻസിക്കാവട്ടെ അവനുമായി അഫയർ ഉണ്ടായിരിക്കാമെന്നുള്ള രീതിയിൽ തന്നെ ആൻ സംസാരിക്കുകയും ഗോവിനെ എരിവിരി കയറ്റുകയും ചെയ്യുന്നു. ഹീറോയുടെ അടുത്തേക്കാണ് ചെങ് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അവന്റെ അടുത്ത് ഇരിക്കാനായിട്ടും ചെങ് അവളോട് പറയുന്നുണ്ട്. ലിൻസി എങ്ങനെയാണ് ഇവിടെ വന്നെന്നുള്ള രീതിയിൽ തന്നെ ഹീറോ അവളെ അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. ഒരു ബിസിനസ് മീറ്റിംഗ് അല്ലേ, അതുകൊണ്ട് തന്നെ അവനോടൊപ്പം ഇരിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഷെങ്ങിന്റെ അടുത്തേക്ക് അവൾ ഇരുന്നത്. അതേസമയം തന്നെ ഷെങ്ങിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വയസ്സായ വ്യക്തിയാവട്ടെ അവനോട് പറയുന്നുണ്ട്, ഇത് നിന്റെ വൈഫല്ലേ, നിന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു എന്ന്. ഹീറോ ആവട്ടെ അതെ എന്ന് പറയുന്നുമുണ്ട്. അതുമാത്രമല്ല ഹീറോയിനോട് അയാൾ ചോദിക്കുന്നുണ്ട്, മോളെ നീ പ്രഗ്നന്റ് ആണോ, അതോ നീ പെട്ടെന്ന് റെഡിയായി വന്നതുകൊണ്ട് മറന്നുപോയതാണോ, ഇതൊക്കെ നീ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് വളരെ കെയറോടെ തന്നെ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് അയാൾ അവളോട് സംസാരിച്ചത്. എന്താണ് ഈ പറയുന്നതെന്ന് ഹീറോ ശ്രദ്ധിച്ചപ്പോഴാണ് അവളുടെ ഡ്രസ്സിന്റെ സിബ് നേരെ ചുവട്ടിട്ടില്ല എന്ന് അവന് മനസ്സിലാവുന്നത്. ഞാനത് നേരെ പിടിച്ചിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളിങ്ങനെ ഒരുപാട് മദ്യപിച്ചതുകൊണ്ട് തന്നെ ഹീറോ അവളെ തൊട്ടതോ മറ്റുള്ളതൊന്നും അവൾക്ക് വ്യക്തമായി ഓർമ്മയില്ല. എന്നാൽ ഹീറോ അവിടെ എപ്പോഴത്തെയും പോലെ കാഷ്വലായി തന്നെ സിബ് നേരെ ചുവ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വയസ്സായ വ്യക്തിയാവട്ടെ അവരുടെ വിവാഹം ഇത്രയും നാളായാലേ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതുവരെ നാണമൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം ഒരു പെൺകുട്ടിയാവട്ടെ ഹീറോയ്ക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, നീ പോന്ന് പറഞ്ഞ പെൺകുട്ടി അവൻ പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനുമായി സംസാരിക്കാനായി കയ്യിൽ ഡ്രിങ്ക്സുമായിട്ടാണ് അവിടേക്ക് കയറി വന്നതുപോലും. കമ്പനി വിഷയമായി സംസാരിക്കാൻ വന്നേന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതിനെതിനാണ് ഈ ഡ്രിങ്ക്സുമായി നീ എന്റെ അടുത്തേക്ക് വന്നത്. അന്ന് ഞാൻ ആ ഡോക്ടറെ അടുത്ത് വെച്ച് നിന്നെ കണ്ടതല്ലേ, അന്ന് ഡോക്ടർ നിന്നോട് എന്താ പറഞ്ഞത്, ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുത്, നിന്റെ ഹെൽത്ത് നല്ലപോലെ ശ്രദ്ധിക്കണമെന്നല്ലേ, നിന്റെ ഹെൽത്ത് പോലും നിനക്ക് നേരെ ചൊവ്വേ നോക്കാൻ കഴിയില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് അവൻ വാങ്ങി വെക്കുന്നുണ്ട്. എന്തിനാപ്പോൾ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ വിട്ടേക്കും, ഞാനിപ്പോൾ പ്രോജക്റ്റിന്റെ കാര്യത്തെ പറ്റിയാണ് പറയാൻ വന്നതെന്ന് പറയുമ്പോൾ തന്നെ ഹീറോന്റെ ഡ്രസ്സിന്റെ സ്ട്രാപ്പ് പൊട്ടിപ്പോകുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയെ കാണാനായി ഒരു വ്യക്തി അവിടേക്ക് വന്നിരുന്നു. ഉടനടി തന്നെ ഹീറോ ആവട്ടെ അവളെ ചേർത്ത് പിടിക്കുകയും നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പൊക്കോളൂ, പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്ന് ഹീറോ പറഞ്ഞയക്കുന്നുണ്ട്. എന്താണ് ഈ നടക്കുന്നതെന്ന മട്ടിൽ തന്നെ ഹീറോയിൻ അമ്പരപ്പോടെ അവനെ നോക്കിയായിരുന്നു. അവനവിടെ അവന്റെ കോട്ടിൽ ധരിപ്പിച്ചിരിക്കുന്ന ഒരു പിന്നൂരി അവളുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവന്റെ കൂട്ടുകാരി അവളെ ധരിപ്പിക്കുന്നുണ്ട്. ഈ കോട്ടൊരു കാരണമാക്കി തന്നെ അവന്റെ കമ്പനിയിലേക്ക് ചെന്ന് വീണ്ടും അവനെ മീറ്റ് ചെയ്ത് ബിസിനസിനെ പറ്റി സംസാരിക്കാമെന്നാണ് ഹീറോയിൻ മനസ്സിൽ കരുതിയിരുന്നത്. ഇങ്ങനെ അവൾ മനസ്സിൽ വിചാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം നീ കമ്പനിയിലേക്ക് എന്റെ കോട്ടുമായി വരുമ്പോൾ തന്നെ നിനക്ക് ഞാൻ 3 നിമിഷം നിന്റെ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം തരുന്നതായിരിക്കുമെന്ന്. അവൾ വളരെയധികം സന്തോഷത്തോടെ തന്നെ നാളെ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഷെങ്ങും അതിനൊന്ന് ചിരിച്ചിട്ട് അവിടം വിട്ട് പോകുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിന്റെ മുഖഭാവം മാറുന്നുണ്ട്. ഞാനൊന്നും തെറ്റായി വിചാരിക്കാൻ പാടില്ല, പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അയാളോട് സംസാരിച്ചത്, അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. ഇഷ്ടമല്ലെങ്കിൽ പോലും എപ്പോഴും തന്റെ ഹസ്ബൻഡിനോട് ലോയലായിരിക്കുമെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയുടെ അസിസ്റ്റന്റ് ആയിരിക്കും തന്റെ ഹസ്ബൻഡ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ഇതൊക്കെ പെറുപുറത്തുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം കൂട്ടമായി അവള് ഹീറോയുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. റിസപ്ഷനിസ്റ്റിനോട് സിഇഒയെ കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സാർ ഇപ്പോഴാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയെന്നും സ്വിമ്മ് ചെയ്യുകയാണെന്നും നിങ്ങൾക്ക് അവിടെ പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്.
അവിടെ ഇവിടെ അവനെ നോക്കിയപ്പോഴാണ് നീന്തുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിങ്ങൾ നീന്തുന്ന കണ്ടാൽ ഇപ്പോൾ തന്നെ ഫസ്റ്റ് വാങ്ങുമെന്ന് തോന്നുമല്ലോ എന്നവള് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഒരു ബാത്റൂബ് ധരിച്ചുകൊണ്ട് ഹീറോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഹീറോ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോകുന്ന മുറിയിലേക്ക് ഹീറോയിൻ ധൃതിയിൽ കയറി വാതിലും അടയ്ക്കുന്നുണ്ട്. അതവിടെ ജെൻസ് ഒക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന മുറിയായിരുന്നു. അത് നോക്കാതെയാണ് അവൾ അകത്തേക്ക് കയറിപ്പോയത്. അവനാണെങ്കിൽ അവൾ അകത്തു വന്നതും അറിഞ്ഞില്ല. പ്രോജക്റ്റ് എന്നവൾ പറഞ്ഞപ്പോൾ മാത്രമാണ് അവൾ ഉള്ളിലുള്ള കാര്യം അവൻ അറിയുന്നത് പോലും. എന്തിനാ ഇവിടേക്ക് കയറി വന്നേന്ന് അവൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പ്രോജക്റ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ എന്റെ ഭർത്താവിനെ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് അവൾ പറയുമ്പോൾ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ നീ എന്റെ പിന്നാലെ ഇവിടേക്ക് കയറി വന്നേന്ന്? അതിലിപ്പോ എന്താണ് തെറ്റ്? മുഖ്യമായ വിഷയമായതുകൊണ്ടാണ് താൻ ഇവിടേക്ക് വന്നേന്ന് അവൾ പറയുമ്പോൾ തന്നെ പുറത്തുനിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാലോ ഇത്രയും നാളും ഹീറോയിൻ ഹസ്ബൻഡ് എന്ന് വിചാരിച്ച ആളുണ്ടല്ലോ, ഹീറോയുടെ അസിസ്റ്റന്റ്, അയാൾ അവിടേക്ക് വരികയായിരുന്നു. അയ്യോ, ഇതുവരെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പോലുമില്ല. തന്നെ ഇങ്ങനൊരവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി ഹീറോയിൻ അവിടെ വാതിൽ ലോക്ക് ചെയ്യുന്നു. അമ്പരപ്പോടെ തന്നെ എന്താണ് കാര്യമെന്ന് ഹീറോ അന്വേഷിക്കുന്നുണ്ട്. ദേ ആ നിൽക്കുന്നത് തന്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം എന്നെ ഈ ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ ശാന്തമായി നിൽക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അവനെ അകത്തേക്ക് പിടിച്ച് തള്ളുന്നുണ്ടവൾ. അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവളാവട്ടെ അവന്റെ വാ പൊത്തുന്നുണ്ട്. ഉള്ളിലാവട്ടെ, എടി മഹാഭാബി, ഇത്രയും നാളും അവനെയാണോ നീ ഹസ്ബൻഡായി കരുതി വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നുണ്ട്. ബോസ് എന്ന രീതിയിൽ എല്ലാ മര്യാദയും കൊടുത്തു തന്നെയാണ് അസിസ്റ്റന്റ് അവനോട് സംസാരിക്കുന്നത്. അതുമാത്രമല്ല അവന്റെ ഫുൾ നെയിമും അവന്റെ അച്ഛന്റെ പേരും ഒക്കെ പറഞ്ഞ അയാൾ സംസാരിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയതിനു ശേഷം മാത്രമാണ് അന്ന് അവള് ഹീറോയുടെ അച്ഛനെ കാണാൻ പോകുന്ന ദിവസം അസിസ്റ്റന്റ് ആയിരിക്കുമെന്ന് അവളുടെ ഭർത്താവെന്ന് അവൾ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. അന്ന് ആ കാറിലെ ഹീറോ ഉള്ളതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഷെങ്ങായിരിക്കുമോ തന്റെ ഹസ്ബൻഡ് എന്ന് തന്നെ ഹീറോയിൻ അമ്പരപ്പോടെ മനസ്സിൽ വിചാരിക്കുകയും പുറത്തേക്ക് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളെ ഞാൻ തെറ്റിദ്ധരിച്ചതാണോ? നിങ്ങളാണോ എന്റെ ഹസ്ബൻഡ് എന്ന് ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മനസ്സിലായ സ്ഥിതിക്ക് നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ ആകെ കുഴപ്പത്തിലായ ഹീറോയിൻ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ഉടനടി തന്നെ അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട്, നിന്റെ പ്രോജക്റ്റിന് ഞാൻ ഓക്കെയാണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരിരുവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവളടുത്ത് പറയുന്നുണ്ട്, നീ മെഡിസിൻ ഒക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടല്ലോ, ഡ്രിങ്ക്സ് ഒന്നും ഒരുപാട് കഴിക്കരുത്, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതിന് ഹീറോയിൻ, എന്റെ പ്രശ്നങ്ങൾ എന്തായാലും മാറും, പക്ഷെ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് പോലും അറിയില്ലല്ലോ, എത്രയും പെട്ടെന്ന് അതും ശരിയാക്കാൻ നോക്ക്. ഹീറോയെ കൊണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ യാതൊരു ചൈനീസ് മെഡിസിനും എടുക്കാറില്ല, എനിക്ക് യാതൊരു പ്രോബ്ലവുമില്ല. അന്ന് ഞാൻ അവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട്. പറ്റിയ അമളി ഓർത്തിട്ട് ഹീറോയിന്റെ മുഖത്ത് ചമ്മൽ കലർന്ന ഒരു ചിരിയുണ്ടായി. പിന്നീട് അധിക നേരം അവന് മുഖം കൊടുക്കാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പോകാനിറങ്ങുമ്പോൾ വീണ്ടും അവളടുത്ത് മദ്യപിക്കരുന്ന് തന്നെ ഹീറോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മതി മതി, എത്രാമത്തെ പ്രാവശ്യം ഇത് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ചെറിയ നീരസത്തോടെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഹീറോയിൻ അവളുടെ ഓഫീസിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹീറോയുടെ അച്ഛൻ അവളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വായെന്നും പറഞ്ഞ് വല്ലാതെ പതർച്ചയിൽ സംസാരിച്ചത്. വല്ലാത്ത പരിഭ്രാന്തിയോടെ തന്നെ ഹീറോയിൻ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഹീറോയിൻ വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛനാണ് എന്നെയും വിളിച്ചത്, നിന്നെയും വിളിച്ചിരുന്നു എന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. മിയ മിയ മരിച്ചുപോയി എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ വല്ലാതെ ഫീൽ ചെയ്തിരിക്കുകയാണെന്ന് മെയ്ഡ് അവനോട് പറയുന്നുണ്ട്. ആരാണ് ഈ മിയ മിയ എന്ന് തന്നെ അമ്പരപ്പോടെ തന്നെ ഹീറോ മെയ്ഡിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മിയ മിയ എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛൻ വളർത്തിയ ഒരു വലിയ കോഴിയാണ്, അത് ചത്തുപോയി എന്ന് പറഞ്ഞിട്ടാണ് വല്ലാതെ ഫീൽ ചെയ്ത് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹീറോയിൻ ആവട്ടെ ചിരി അടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അവൾ ചിരിക്കുന്ന ശബ്ദം ചെറുതായി പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ രൂക്ഷമായി അവളെ നോക്കുന്നുണ്ട്. അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ ഹീറോയുടെ അച്ഛൻ ആവട്ടെ ഇതിനോടകം തന്നെ ആ കോഴിയെ കറിവെച്ചിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ അതിനെ കറിവെച്ചു എന്ന് പറഞ്ഞ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അച്ഛ, ഇതെന്താ കോഴി ചത്തു എന്ന് പറഞ്ഞ് ഫീൽ ചെയ്തിട്ട് അതിനെ തന്നെ കറിവെച്ചിരിക്കുകയാണോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഇതാണോ മിയോ മിയോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. വെളിയിൽ നിന്ന് കഴിക്കുന്ന ചിക്കനെക്കാട്ടിലും ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. രണ്ടുപേരും വന്നിരുന്ന് ആഹാരം കഴിക്കാൻ നോക്കുന്നത് തന്നെ അവന്റെ അച്ഛൻ പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഓൾറെഡി തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് ഇരിക്കുന്നുണ്ട്. എന്നാൽ തന്നെ കൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നും തനിക്ക് വിശപ്പില്ല എന്നും പറഞ്ഞ് ഹീറോ കൈകെട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു പീസ് എടുത്ത് അവന്റെ വായ്ക്കരിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്യുമെന്ന് അവൾ പറയുന്നുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ഭയന്നു പോകുന്നതിനെ അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളത് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് തന്നെ ഫൺ ചെയ്യുന്ന രീതിയിൽ ഹീറോയിൻ പറയുന്നുണ്ട്. എന്താന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പകപ്പോടെ അച്ഛനാവട്ടെ അവളെ നോക്കുന്നുണ്ട്. ഫൺ ചെയ്യാൻ അവളത് പറഞ്ഞെന്ന് അയാൾക്കറിയാം. എന്നാൽ ഷെങ്ങാവട്ടെ മതി മതി, ഒരുപാട് ഫൺ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ അച്ഛൻ അവിടെ ഡ്രിങ്ക്സ് കഴിക്കാൻ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ തന്നെ ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിൽ പിടിച്ച് ഹീറോ തടയുന്നുണ്ട്.
തനിക്ക് എന്തായാലും ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, വളരെ ടയേർഡാണ്, ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും അന്നേ ദിവസം ഒരേ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒരുപാട് മദ്യപിച്ച് തലയൊക്കെ കറക്കുന്ന മട്ടിലാണ് അകത്തേക്ക് കയറി വന്നത്. താഴെ വീഴാൻ സാധ്യതയുണ്ട്, ഞാൻ തന്നെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചോ എന്ന് അവള് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് അതുകൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹീറോന്റെ ഡ്രസ്സൊക്കെ അവൻ പിടിച്ചു മാറ്റുന്നുണ്ട്. തന്റെ അച്ഛൻ സൂപ്പിലെന്തോ കലർത്തിയിരുന്നു തന്നെ ഹീറോ വല്ലാതെ വിക്കി അവളോട് പറയുന്നുണ്ട്. നെർവസ് ആയ ഹീറോയിനാവട്ടെ നിങ്ങൾ ഒരുപാട് പ്രഷർ എന്റെ മേലിലേക്ക് ചെലുത്തുന്നുണ്ടെന്ന് തന്നെ ഹീറോ എടുത്ത് പറയുന്നു. നീ കുറെ നാളായില്ലേ മെഡിസിനൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഞാനിതുവരെ റെഡി ആയിട്ടില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ കിസ് ചെയ്യും. അന്നത്തെ ഒരു ദിവസം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യം അവൾ നെർവസ് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് അവൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്നാലും ആ മെഡിസിൻ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഹീറോ ആവട്ടെ ഹീറോയിനെ തന്നെ നോക്കി കണ്ണെടുക്കാതിരിക്കുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് തൊടാൻ തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു ഹീറോയിൻ കണ്ണു തുറന്നത്. ഹീറോയിൻ ആവട്ടെ വല്ലാതെ നെർവസായി ഒരിടത്തേക്കും ഹീറോ മറ്റൊരിടത്തേക്കും മുഖം തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർത്തിട്ട് ഇരുവർക്കും വല്ലാതെ നാണം തോന്നിയിരുന്നു. എന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയാമെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒന്നും പറയാനില്ല ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ചമ്മലോടെ തന്നെ തലവഴി ആ ബെഡ്ഷീറ്റ് മൂടുന്നുണ്ട്. അവനും അതൊക്കെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ റെഡിയായി കാറിലേക്ക് കയറാൻ നേരം ഹീറോ ആവട്ടെ കാറുമായി അവളുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അവനാവട്ടെ ഒരു ബിസിനസ് ട്രിപ്പ് പോവുകയായിരുന്നു. ട്രിപ്പ് പോകുന്ന വിവരം ഹീറോയിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. പോയി വന്നതിന് ശേഷം അവരിവരുടെ വെഡിങ് ഫോട്ടോസ് ഒക്കെ എടുത്ത് പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് അവൻ അറിയിക്കുന്നുണ്ട്. കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ നമ്മൾ ചോദിക്കുമ്പോൾ അതെ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. ഞാൻ പോയി വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് അവൻ പറയുമ്പോൾ തന്നെ അവളുടെ സ്നേഹം അറിയിക്കുന്ന രീതിയിൽ അവന്റെ ടൈയൊക്കെ അവൾ നേരെയാക്കി കൊടുക്കുന്നു. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം ചെറിയ നാണത്തോടെ തന്നെ അവൾ ചിരിക്കുന്നുമുണ്ട്. പിന്നീട് ഒരുപാട് വമ്പിച്ച പ്രോജക്റ്റുകൾ തന്നെ ഹീറോയിനെ തേടി എത്തുന്നുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകൾ അവൾ സൈൻ ചെയ്ത് അറിഞ്ഞിട്ട് തന്നെ അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നീ എന്താണ് ഇവിടെ, ആരുടെ കൂടെയൊക്കെയാണ് നിനക്ക് അഫയർ ഉള്ളത് എന്നുള്ള രീതിയിൽ തന്നെ വളരെ മോശമായി തന്നെ ഹീറോയിനെ കുറിച്ച് അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആൻ അവിടെ എത്തി. ഏത് പ്രോജക്റ്റിനെ കുറിച്ചാണ് നീ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതും ജിന്യു കമ്പനിയുമായി നിനക്കെന്താ കണക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജിന്യു കമ്പനിയിലെ മാനേജർ പറയുന്നുണ്ട്. ആരെ കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മേഡം ലിൻസിയ ഞങ്ങളുടെ ബോസ് ആണെന്ന് തന്നെ അയാൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹീറോയിൻ അവിടെ എല്ലാവരെയും ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട്. ഉടനടി തന്നെ പറയുന്നുണ്ട് ഇത്രയും നാളും സോങ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എന്റെ കൂടെയും ജീവിച്ചിട്ട് ഈ വിഷയത്തെപ്പറ്റി നീ എന്നിൽ നിന്ന് മറച്ചു, നീ എന്നെ ചീറ്റ് ചെയ്തു. ഇത്രയ്ക്കും ചീപ്പാണോ നീ? ഇപ്പോൾ ഞാനൊരു സത്യം പറയാം. ആനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇതാണ് എന്റെ നിയമപ്രകാരമുള്ള വൈഫെന്നും തന്റെ കുഞ്ഞിനെ അവൾ ജന്മം നൽകാൻ പോവുകയാണെന്നും അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. നിനക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ കൂടെ കൊണ്ട് നടന്നതേ ഉള്ളൂ, അല്ലാതെ യാതൊരു സ്നേഹവും എനിക്കില്ല. ഞാൻ നിന്നെ ഫേക്ക് മാരേജ് ആണ് ചെയ്തിരിക്കുന്നതെന്നും അവൻ പറയുന്നുണ്ട്. അവളുടെ ഉള്ള വേദനിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ധൈര്യത്തിലാണ് അവൻ ഇതൊക്കെ വെളിപ്പെടുത്തിയത്. അവളൊരു വിഡ്ഢിയാണെന്നുള്ള രീതിയിലായിരുന്നു അവന്റെ സംസാരം മുഴുവൻ. എന്നാൽ അവന്റെ സംസാരം തീർന്ന ഉടനെ തന്നെ ഹീറോയിനാവട്ടെ കൈതട്ടുന്നുണ്ട്. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എന്താ ഇതൊന്നും നേരത്തെ തന്നെ അറിയില്ലെന്ന് വിചാരിച്ചു. എന്റെ വിവാഹവും ഓൾറെഡി കഴിഞ്ഞു, ദാ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് അവരിവരെയും അവള് സന്തോഷത്തോടെ കാണിക്കുന്നുണ്ട്. എന്താ നീ വിഡ്ഢിയായത് മറച്ചു വെക്കാൻ വേണ്ടി എനിക്കെതിരായി ഇങ്ങനെ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചു. തുടർന്ന് അവൾ എതിർത്ത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആവട്ടെ അവളെ അടിക്കാനായി കൈ ഊങ്ങുന്നു. കറക്റ്റായ സമയത്ത് ഹീറോ അവിടെ എത്തി അവന്റെ കൈ തടയുന്നുണ്ട്. ആവട്ടെ ദേഷ്യത്തോടെ തന്നെ നീ എതിരെ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, നീ ഇവളുടെ ആരാടാന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിൻസിയെ കാണാൻ വേണ്ടിയിട്ടാണ് അവനവിടെ വന്നിരിക്കുന്നത്. കാണാൻ വന്നതുകൊണ്ട് തന്നെ ഈ കാഴ്ചയൊക്കെ അവന് നേരിൽ തന്നെ കാണാൻ സാധിച്ചു. ഉടനടി തന്നെ ആൻ ഹീറോ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് നല്ലൊരു വ്യക്തിയെ പോലെ തോന്നുന്നുണ്ട്, നിങ്ങൾ ഇവളുടെ ലവറാണോ? ഇവളെയൊന്നും ഒന്നിനും കൊള്ളില്ല, ഒരു കുഞ്ഞിന് പോലും ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് അവള് പറയുമ്പോൾ നീ ആരാണ് എന്റെ വൈഫിനെ പറ്റി സംസാരിക്കാൻ, നിനക്ക് യാതൊരു യോഗ്യതയുമില്ല അവളെ പറ്റി പറയണമെന്ന് പറഞ്ഞ് ആന്നെ അവൻ വഴക്കു പറയുന്നു. വൈഫോ? അപ്പൊ ശരിക്കും കല്യാണം കഴിഞ്ഞോ എന്നവളാ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ആ സിറ്റിയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഹീറോയുടെ അച്ഛൻ ഷെങ് കമ്പനിയുടെ ഓണർ അയാളുടെ ബോഡി ഗാർഡ്സുമായി അവിടേക്ക് കടന്നു വന്നത്. അമ്പരപ്പോടെ തന്നെ ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ നിങ്ങൾ ഇവിടേക്ക് വന്നു, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയുടെ അച്ഛനാവട്ടെ മരുമകളെ നിന്നെ ഇവൻ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ഈ സിറ്റിയിൽ തന്നെ ഇത്രയും റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ, അപ്പോൾ ഇവൾ നിങ്ങളുടെ മരുമകളാണെങ്കിൽ ഇത് നിങ്ങളുടെ മകനാണോ എന്ന് അവൻ അതിശയത്തോടെ ചോദിക്കുന്നു. അതെ ഷെങ്ങന്റെ മകനാണ്. നീ എന്താണ് കരുതിയത് ലിൻസിയ ഒരു സാധാരണക്കാരിയാണെന്നാണോ? അവൾ എന്റെ മരുമകളാണ്, ഇതിനപ്പുറവും അവളെ ശല്യം ചെയ്യാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്നെയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും അവിടെ നിന്ന് ബോഡി ഗാർഡ്സിനെ ഉപയോഗിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. അവർ പോയതിനു ശേഷം ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ നല്ല വിവരങ്ങളിൽ എത്തും മോളെ, നിന്റെ പ്രോജക്റ്റ് വളരെ നന്നായിരിക്കുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ ആവട്ടെ ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ വെഡിങ് ഫോട്ടോസ് എടുക്കാമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്നേ എന്ന് പറയുന്നുണ്ട്. അതെ എന്ന് ഹീറോയിനും പറയുന്നുണ്ട്. തുടർന്ന് അച്ഛനോട് പറഞ്ഞതിന് ശേഷം അവര് ഫോട്ടോ എടുക്കാനായി പോകുന്നുണ്ട്.
എന്നാൽ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ഹീറോ റിംഗ് എടുത്ത് അവളെ കാണിക്കുന്നുണ്ട്. അത് അവൾക്ക് വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞ് ശരിക്കും എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയതാണോ എന്ന് ഹീറോയിൻ ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ നിലത്തേക്കിരുന്ന് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, അന്ന് ഡ്രിങ്ക്സ് കഴിച്ചിരുന്ന സമയത്ത് നിനക്ക് ആരുമില്ല എന്ന് പറഞ്ഞു നീ ഒരുപാട് കരഞ്ഞിരുന്നു. എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് നിന്നെ എന്ന് അറിയാമോ? ഇനി നിനക്കല്ല ഞാനാണ്, എനിക്കല്ല നീയുമാണ്. ഗ്രാൻഡ് വെഡിങ്ങിന് തന്നെ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ സന്തോഷത്തോടെ തന്നെ സമ്മതം അറിയിക്കുകയും ഹീറോ അവളുടെ കൈവിരലിലേക്ക് മോതിരം അണിയിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറം അവരെല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. വെഡിങ് ഫോട്ടോ ഇരുവരും എടുത്ത് സർട്ടിഫിക്കറ്റിൽ ഒട്ടിക്കണമല്ലോ, അതും കംപ്ലീറ്റ് ആവുന്നു. ഇതേ സമയം ഗോവിന്റെ അച്ഛനും അമ്മയാവട്ടെ അവനെയും അതുപോലെ ആനിനെയും കുറ്റപ്പെടുത്തുകയായിരുന്നു. ഈ ആൻ പറഞ്ഞത് കേട്ടിട്ടല്ലേ നീ ലിൻസിയെ കുറ്റക്കാരിയാക്കിയത്? അവൾക്ക് അവനുമായും ഇവനുമായും ഒക്കെ അഫയർ ഉണ്ടെന്ന് അവളല്ലേ പറഞ്ഞത്? ലിൻസിയെ മോശക്കാരിയായി ചിത്രീകരിച്ചത് കൊണ്ട് തന്നെ ഉള്ള പ്രോജക്റ്റുകളെല്ലാം നഷ്ടമായിരിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഗു ആവട്ടെ നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ആനിനെ കുറ്റപ്പെടുത്തുകയും തുടർന്ന് അവളെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നു. നിലത്തല്ല രക്തമെന്ന് പറഞ്ഞ് പരിഭ്രാന്തിയോടെ തന്നെ ഗോവിന്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. നീ എന്തിനെ അവിടെ പിടിച്ചു തള്ളിയെന്ന് അവർ പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട്. ഫോഴ്സിനെ പിടിച്ചു തള്ളിയത് കൊണ്ട് തന്നെ ആനും അതുപോലെ ആ കുടുംബത്തിനും ആ കുഞ്ഞിനെ നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ ഹീറോയുടെയും ഹീറോയിന്റെയും വെഡിങ് ദിവസം അവളുടെ ഫ്രണ്ട് ആവട്ടെ ഈ കാര്യങ്ങളെല്ലാം വന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഗോവിനും കുടുംബത്തിനും കുഞ്ഞിനെ നഷ്ടമായി എന്നും അതുപോലെ അവരുടെ കമ്പനിയും സ്റ്റോക്ക് മാർക്കറ്റുകളും എല്ലാം നശിച്ച് കടക്കണിയിലായി എന്നും അതുപോലെ തന്നെ ഒരുപാട് പേര് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ ഗോവിനും കുടുംബത്തിനും ആ ശിക്ഷ അനിവാര്യമാണെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുകയും തുടർന്ന് അവൾ മെയിൻ ഹാളിലേക്ക് പോകുമ്പോൾ ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്കും ഹീറോയിനും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അവൾ ആഗ്രഹിച്ച പോലെ ഒരു ഗ്രാൻഡ് വെഡിങ് നടക്കുകയാണ്. ഗോവിനോടുള്ള റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിവാഹം തന്നെ അവൾ വേണമെന്നാവശ്യപ്പെട്ടത്. എന്നിരുന്നാലും ഹീറോയെ ഒരുപാട് ഇഷ്ടപ്പെട്ട അവളാവട്ടെ സന്തോഷത്തോടെ തന്നെ അവനെ വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ ചടങ്ങുകളുടെ ഭാഗമായി ഇരുവരും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹീറോയുടെ അച്ഛനാവട്ടെ തന്റെ മകന്റെ വിവാഹം നടന്ന സന്തോഷത്തിൽ കരയുകയായിരുന്നു. ഒടുവിൽ താൻ കണ്ടെത്തിയ പെൺകുട്ടിയെ തന്നെ അവൻ വിവാഹം കഴിച്ചല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം സന്തോഷത്തോടെ തന്നെ കരയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാരെന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ജന, ഹിസ ഫാത്തിമ, ഇൻഷ, നസ്രീന, ഷഹബാസ്, ഇസ, ഷഫ, ലൈല, ഷഹാല, അൻഷ, സഫ, സലീം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നും കൂടി പറയുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.